ഇങ്ങനെയുണ്ടോ ഒരാഴ്ച, എന്തൊക്കെയാണ് അവിടെ നടക്കണത്, എന്തൊരു ഇതാണിത്, ഇങ്ങനെയുണ്ടൊരിത് എന്ന് പറഞ്ഞ പോലെയായി. കാരണം ഒരു ലോഡ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യും, നമ്മളൊരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ചൊക്കെ കുറച്ച് പഠിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വേറെ ഭയങ്കര ആംഗിൾ, കോൺസ്പിരസി ആംഗിൾ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും വീഡിയോ ചെയ്യാറ്. പക്ഷേ ഈ ആഴ്ച ഞാനൊരു സംഭവമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പകുതി ആയപ്പോഴാണ് എന്തൊക്കെയോ നടക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ് പറയേണ്ടത് എന്നെനിക്ക് തോന്നിയിട്ട് കൺസിഡർ ദിസ് വീഡിയോ ആസ് എ ലൈക്ക് വീക്ക്ലി റൗണ്ട് അപ്പ്. നമ്മൾ ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് നടന്നത്, ഓക്കെ, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അതിൻ്റെ പല പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. നിങ്ങൾ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ഫേക്ക് ന്യൂസിൽ ഒരു ലോഡ് ഫേക്ക് ന്യൂസും കുറേ പ്രൊപ്പഗൻഡയും ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതൊക്കെ എന്താണ് സംഭവങ്ങൾ, ശരിക്കും എന്താ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കളികളുണ്ടോ എന്നുള്ള കാര്യങ്ങളും, പിന്നെ കോൺസ്പിരസീസ് ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട്, ഫേക്ക് ന്യൂസ് പോലെ തന്നെ കോൺസ്പിരസീസും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നേപ്പാൾ തൊട്ട് റഷ്യ തൊട്ട് അമേരിക്ക, പിന്നെ ഇസ്രയേൽ, ഖത്തർ, അങ്ങനെ പല സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട്. ആദ്യം ഒട്ടും സമയം കളയുന്നില്ല, ആദ്യം തന്നെ നമുക്ക് നേപ്പാളിലേക്ക് പോകാം. എന്താണ് നേപ്പാളിൽ സംഭവിച്ചത്? എന്ത് ഒരു ഇങ്ങനത്തെ ഒരു ഭരണമാറ്റം അല്ലെങ്കിൽ ഒരു അവിടുത്തെ അധികാരം, അവിടുത്തെ ജനങ്ങൾ ഒരു വലിയൊരു റെവല്യൂഷനൊക്കെ ഉണ്ടാക്കി. ചിലവർക്ക് റെവല്യൂഷൻ എന്ന് കേട്ടാൽ പിടിക്കില്ല, പ്രൊട്ടസ്റ്റ്. ശരി, എന്നാൽ പ്രൊട്ടസ്റ്റ്, ആൾക്കാർ ഭരണം കയ്യേറി ഗവൺമെൻറ്റിന് താഴെ ഇട്ടു, സിമ്പിൾ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് CAA ആണ്, ഇത് CAA പ്ലേ ബുക്കാണ്, ഇത് CAA കാരനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ തന്നെ ഒരു കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പല പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും, എന്ത് ചെയ്താലും ഇതെന്തിനാണ്? അപ്പോൾ എൻ്റെ ഇത് ഞാൻ ഏൽക്കാണ ആ സീനായിരിക്കും ഇപ്പോൾ CAA കാരൻ്റെ. കാരണം നമ്മൾ ഇന്ത്യ മാപ്പ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു മര്യാദയ്ക്കുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 2021 മ്യാൻമാറിൽ ഇതുപോലെ ഭരണം മാറി കയ്യേറി ഭയങ്കര പ്രശ്നങ്ങളായി. അതേ 2021 അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ താലിബാൻകാർ ഇനി നിങ്ങൾ ഇതൊക്കെ നോക്കിക്കോ, ഞാൻ അടുത്ത തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ട് അമേരിക്കക്കാർ പ്ലെയിനും കൊണ്ട് ഓടി. 2022 ശ്രീലങ്കയിൽ കടങ്കേരി അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ മറ്റേ രജപക്ഷ ഫാമിലിനെ ഓടിച്ചു വിട്ടു. 2024 ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ, 2025 ഇതാ നേപ്പാൾ. അപ്പോൾ ഇതെന്താണ് ഇത്? അപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇതിങ്ങനെ സംഭവിച്ചു, അതങ്ങനെ സംഭവിച്ചു. ഇതിനിപ്പോൾ അങ്ങനെയൊന്നും നോക്കണ്ട, ഇതിപ്പോൾ ഇങ്ങനെ ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ മതി. എവിടെയാണൊരു സ്റ്റേബിൾ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് കൊള്ളാം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത്? ഇല്ല, സീറോ. അപ്പോൾ ഇതെന്തെങ്കിലും പാറ്റേൺ ആണോ? CAA കളികളാണോ ഇത്? എല്ലാ ഭരണമാറ്റവും CAA ആണോ? അപ്പോൾ നമ്മളതിന് കുറച്ച് ചെറിയൊരു ബാക്ക് സ്റ്റോറി, ഫ്ലാഷ് ബാക്കിലേക്ക് നമുക്ക് പോകണം. എന്താണ് ഈ CAA ഈ രീതി, പ്ലേ ബുക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 1953 ഇറാനിലേക്ക് പോകണം. അവിടെയാണ് ഓപ്പറേഷൻ അയാക്സ് എന്ന് പറഞ്ഞിട്ട് CAA കാരൻ്റെ ആദ്യത്തെ ഫോറിൻ ഓപ്പറേഷനാണത്. ഇറാനിൽ അന്ന് അവിടെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു, മുഹമ്മദ് മൊസാഡെ എന്നോ അങ്ങനെ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറാനിലുള്ള ഓയിൽ ഇനി എന്തിനാണ് നമ്മൾ പുറത്ത് കമ്പനികൾക്ക് വെറുതെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്നത്? ബ്രിട്ടീഷ് പെട്രോളിയൊക്കെ ആയിരുന്നു അന്നും. അപ്പോൾ നമ്മളെന്തിനാണ് പുറത്ത് കൊടുക്കുന്നത്? നമുക്ക് നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിക്കോട്ടെ, നമുക്ക് നാഷണലൈസ് ചെയ്യാം നമ്മുടെ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നാഷണലൈസ് ചെയ്യാൻ പോയപ്പോഴാണ് MI6ഉം നമ്മുടെ CAA കാരും കൂടെ ഓപ്പറേഷൻ അയാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണം അട്ടിമറി ഉണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടാക്കി? ഇവരവിടെ പോയി, CAA അവിടെ പോയി പ്രതിപക്ഷത്തുള്ളവർക്കും ആ സ്ഥലത്തുള്ള
അതായത് ഇറാനിൽ അന്നുണ്ടായിരുന്ന പ്രതിപക്ഷവും അന്നുണ്ടായിരുന്ന ഈ വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, എന്താ എക്സ്ട്രീമിസ്റ്റിനൊക്കെ പൈസയൊക്കെ കൊടുത്ത് കുറേ അഴിമതിയൊക്കെ കാണിച്ച് കുറേ പ്രൊപ്പഗൻഡ ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട്, മനസ്സിലായി? അതായത് ആരാണോ ഭരണത്തിലിരിക്കുന്നത് അവർക്കെതിരെ കുറേ പ്രൊപ്പഗൻഡ ഉണ്ടാക്കി, ഇവർ ശരിയല്ല, ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ ചെയ്ത് അവസാനം നാട്ടുകാർ കലാപം ഉണ്ടാക്കി. ഇവർ തന്നെ കുറേ കലാപമൊക്കെ ഉണ്ടാക്കും, കുറേ ആൾക്കാരുടെ ഇടയ്ക്ക് കൊല്ലുകയൊക്കെ ചെയ്യും. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇസ്രയേൽ വേഴ്സസ് ഇറാൻ്റെ ആ യുദ്ധം വന്ന ആ സമയത്ത് ഞാൻ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അത് വ്യക്തമായിട്ട് കുറേ ഇൻ ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. ഇത് താല്പര്യമുള്ളവർ, ഈ ഓപ്പറേഷൻ അയാക്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആ പോഡ്കാസ്റ്റ് കൂടെ ഒന്ന് കേൾക്കുക. അപ്പോൾ പറയാൻ വന്നത്, അന്നാണ് ഈ സക്സസ്ഫുള്ളി ഇങ്ങനെ ഒരു ഫോറിൻ കൺട്രിയുടെ ഒരു ഇൻ്റലിജൻസ് വിഭാഗം വന്നിട്ട് വേറൊരു കൺട്രിയിൽ വന്നിട്ട് ഇത്രയും ഇമ്പാക്ട്ഫുള്ളി അവർക്ക് ഒരു ഭരണത്തിലുള്ള ആൾക്കാരനെ, എലക്റ്റഡ് ആയിട്ടുള്ള ആളിനെ മാറ്റാൻ പറ്റും എന്ന് CA കൂടെ വിചാരിച്ചത്, മനസ്സിലാക്കിയത് അന്നാണ്. അതാണ് ഫസ്റ്റ് അവർ ചെയ്ത പരിപാടി. പിന്നെയാണ് ഈ കോൾഡ് വാറിൻ്റെ സമയത്തും ബാക്കിയുള്ള സമയത്തും ഈ അമേരിക്കയ്ക്ക് ഇതൊരു സ്ഥിര ഒരു പരിപാടിയാണ്. അതായത് എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടോ, കമ്മ്യൂണിസത്തിന് എതിരാണല്ലോ, റഷ്യൻ്റെ ഐഡിയോളജിയാണ് കമ്മ്യൂണിസം, ഈ അമേരിക്കൻ്റെ ക്യാപിറ്റലിസം. അപ്പോൾ ഈ ക്യാപിറ്റലിസം സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ അത് എവിടെയൊക്കെ അതിന് ക്യാപിറ്റലിസം സ്പ്രെഡ് ചെയ്യാനല്ല അവർ നോക്കുക, അവരെന്ത് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടോ അവിടത്തേക്ക് ഭരണം മാറ്റാൻ വേണ്ടിയിട്ട്. ആ സൗത്ത് അമേരിക്കയിൽ ഒരു ലോഡ് സ്ഥലത്ത് ഇത് ചെയ്തിട്ടുണ്ട്, നിക്കരാഗുവ, പെറു, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറേ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്, അതുകൂടി താല്പര്യമുള്ളവർ കേൾക്കുക ഡീറ്റെയിൽ ആയിട്ട്. അമേരിക്കയുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റില്ലേ, സോറി, ആ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഇല്ലേ, ആ പോഡ്കാസ്റ്റിൽ അതിൽ ഞാൻ, അതായത് അമേരിക്ക ഇങ്ങനെ ഈ ഭരണം മാറുമ്പോൾ എന്ത് വേണം, ഈ ആ രാജ്യത്തിലുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് അതിപ്പോൾ നല്ലവരാണോ മോശമാണോ എന്നൊന്നും അവർക്ക് നോട്ടമില്ല. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് ഭരണത്തിലുള്ളവർ അവിടെ ഇരിക്കട്ടെ, അവർ ഓപ്പോസിറ്റ് ഉള്ളവർ ചിലപ്പോൾ നല്ല ആൾക്കാരേ ആയിരിക്കില്ല. അതായത് അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് റഷ്യ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അമേരിക്ക വന്നിട്ട് തോക്കുകൾ കൊടുത്തത് ആർക്കാണ്? തോക്കുകളും വെപ്പൺസും പൈസയൊക്കെ കൊടുത്തത് മുജാഹിദീനാണ്. ആ മുജാഹിദനാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ് ഇപ്പോൾ കാണുന്ന അൽ ഖ്വയ്ദ. അതായത് അത് ഓപ്പോസിറ്റ് ആരാ നിൽക്കുന്നത്? നിങ്ങൾ പിടിച്ചോ തോക്ക്, നിങ്ങൾക്ക് തോക്കണം എന്നാ, അങ്ങനെയാണ്. അല്ലാണ്ട് നിങ്ങൾ നല്ലവരാണോ, നിങ്ങൾ ക്യാപിറ്റലിസത്തിന് നിൽക്കുമോ, അതൊന്നും അവർക്ക് നോട്ടമില്ല. ആ ഗവൺമെൻറ്റിന് അപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് താഴെ ഇറക്കണം. അതാണ് കോൾഡ് വാർ സമയത്ത് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്നത്. ഇതുകൊണ്ടാണ് ഇറ്റ്സ് വെരി ഈസി തിങ് ടു സേ. നമ്മളൊരു രാജ്യം പെട്ടെന്ന് കുറേ നാട്ടുകാർ വന്ന് പ്രക്ഷോഭമൊക്കെ ചെയ്ത് പാർലമെൻറ്റൊക്കെ കത്തിച്ച് ഭരണത്തിന് താഴെ ഇറക്കിയാൽ നമുക്ക് പറയാം, ഇത് CAA ആണ്. ഓക്കെ, അത് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിന് 2 ആംഗിൾ ഉണ്ട് ഇപ്പം നേപ്പാളിൻ്റെ കാര്യത്തിൽ. ഒന്ന് കോൺസ്പിറസി ആംഗിൾ, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി ഈസി CAA ആണ് എന്ന് പറയാം. പക്ഷേ CAA ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ ഒരു വിരോധാഭാസം പോലെ നമുക്ക് എന്തെങ്കിലും തോന്നുന്നത്, നമ്മളൊരു അനോമലി പോലെ നമുക്ക് തോന്നും. നമ്മളിങ്ങനെ ഇത് എടുക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് തുടങ്ങിയത്, ഈ പ്രക്ഷോഭം എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ? അതായത് ഒരു സ്ഥലത്ത് ഒരു സംഭവം സംഭവിച്ചു, അപ്പുറത്തെ സ്ഥലത്ത് ഒരു സംഭവം സംഭവിച്ചു. അപ്പോൾ ഇത് രണ്ടും നോക്കി ഇതിൽ എന്തെങ്കിലും ഒരേപോലെ ഉണ്ടോ, അപ്പോഴല്ലേ നമ്മൾ വിചാരിക്കുക ഇത് പ്ലേ ബുക്കാണ് എന്ന് നമ്മൾ പറയുക. അല്ലാണ്ട് വെറുതെ ആ ഒരു ദിവസം എല്ലാവരും കൂടി പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് CAA എന്ത് ചെയ്ത് എന്ന് ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റ് വരും. അപ്പോൾ നമുക്ക് ആദ്യം കോൺസ്പിറസി ആംഗിൾ നോക്കാം. കോൺസ്പിറസി ആംഗിൾ എങ്ങനെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺ നോക്കണം. ഓക്കെ, പാറ്റേൺ നോക്കാം. നമ്മൾ ആദ്യം ബംഗ്ലാദേശിൻ്റെയും നേപ്പാളിലും സംഭവിച്ചൊരു കാര്യമുണ്ട്. ഇറ്റ്സ് വെരി ഈസി, ഭയങ്കര ഡീറ്റെയിൽ റിസർച്ച് ഒന്നും ചെയ്യണ്ട, ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ആയിരുന്നല്ലോ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ എന്തോ. അപ്പോൾ ഷെയ്ഖ് ഹസീന ജൂലൈ 8 തീയതി 2024 ഒരു കുറച്ച് ലോണും കുറച്ച് ഫണ്ടിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നേരെ ചൈനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ജൂലൈ 8 തീയതി
10-ാം തീയതി വരെ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മടങ്ങി വന്ന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇവിടെ പ്രൊട്ടസ്റ്റ് തുടങ്ങി. ജൂലൈ 18 പ്രൊട്ടസ്റ്റ് തുടങ്ങി. ഓഗസ്റ്റ് 5-ാം തീയതി വരെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അതോടെ 5-ാം തീയതി റിസൈൻ ചെയ്തു. ഷെയ്ഖ് ഹസീന നാട് വിട്ടുപോയി. ഇതേപോലെ നേപ്പാളിൽ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ഇറങ്ങിയ പ്രൈം മിനിസ്റ്റർ ഉണ്ടല്ലോ, KP ശർമ്മ ഒലി എന്നാണ് പേര്. ശർമ്മ ഓലിയോ എന്തോ അങ്ങനെ ഒരാൾ. അപ്പോൾ ഈ ശർമ്മ ഓലി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 30 തൊട്ട് സെപ്റ്റംബർ 3 വരെ SCO സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോദിയും പുട്ടിനും ഷീ ജിൻപിങ്ങൊക്കെ കൂടി ഒരു ഫോട്ടോവും ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, ആ ഒരു സംഭവം സെയിം സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ ഈ ശർമ്മ ഓലി ഷീ ജിൻപിങ്ങിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെപ്റ്റംബർ 3-ാം തീയതിയാണ്. 3-ാം തീയതി എന്ന് പറഞ്ഞാൽ വന്നു ഒരാഴ്ച, ഒരു 9-ാം തീയതി ആകുമ്പോഴേക്കും ഒരാഴ്ച തികഞ്ഞില്ല, അപ്പോഴേക്കും ഭരണം പോയി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ പറയുക, രണ്ടുപേരും ചൈനക്കാരനെ ഷീ ജിൻപിങ്ങിനെ കണ്ട് ഫണ്ടിങ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ പോയി, തിരിച്ചു വന്നു, ഒരാഴ്ച കഴിയുമ്പോഴേക്കും പരിപാടി കഴിഞ്ഞു. ആ ഭരണവും ഇല്ല, അയാളുടെയൊക്കെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഈ 2 പേർക്കും. അപ്പോൾ ഇതെന്ത് പാറ്റേൺ ആണ്? ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് നോക്കണ്ടേ? അതാണ് നമ്മൾ നോക്കേണ്ടത് ആക്ച്വലി. ഇനി നമുക്ക് ശ്രീലങ്കയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീലങ്കേൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കുടുക്കിയതാണ്. ട്രാപ്പ്, അതായത് അവരൊരു കറക്റ്റ് ട്രാപ്പ് ഒരുക്കി ചൈനക്കാർ, അതിലവർ പെട്ടു. ആദ്യം കുറേ പൈസ കൊടുത്തു. ഇവരുടെ ഹമ്പൻ ടോട്ട പോർട്ടോ അങ്ങനത്തെ ഒരു സീ പോർട്ടുണ്ട്, അതൊക്കെ ഇവരാണ് കെട്ടിക്കൊടുത്ത്. അതിൽ 99 കൊല്ലം ലീസ് ചൈന ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. അതേപോലെ നമ്മുടെ പാകിസ്ഥാനിൽ അങ്ങനെ ഒരു പോർട്ടുണ്ട്, ഗോഡോർ പോർട്ടോ അങ്ങനെ എന്തോ ഒരു പോർട്ടുണ്ട്, അതും ഈ ചൈനക്കാരുടെ അടുത്താണ്. 100 കൊല്ലം ലീസാണ് ഇവർക്ക് നടത്തിക്കൊണ്ടു പോകാനുള്ളത്. ഇപ്പോൾ ഒരു പോർട്ടെന്ന് പറഞ്ഞാൽ ഒരു പോർട്ട് വേറൊരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ചൈന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു കമ്പനീൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വെറുതെ പോർട്ട് കിട്ടിയാൽ പോരാ. പോർട്ടിന് എന്ത് വേണം? റോഡ് വേണം, റെയിൽവേ കണക്ഷൻ വേണം, പിന്നെ കുറേ ആൾക്കാർ വേണം. അപ്പോൾ ഇങ്ങനെ മനസ്സിലായില്ല, അതൊരു എന്താ പറയുക, ഒരു മിനി ഒരു ചൈന പോലെ ആവും. അതായത് അവർ ചിലപ്പോൾ അവരുടെ നാട്ടിൽ നാളെ കൊണ്ടുവരും. ഇപ്പം നമ്മുടെ ഇവിടെ മറ്റേ ബംഗാളിൽ നിന്നും മറ്റേ നോർത്ത് ഈസ്റ്റ് നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഒരു ജോലിയൊക്കെ ചെയ്യുന്നില്ല. അതുപോലെ ഇവരെന്ത് ചെയ്യും? എന്നാൽ ഞങ്ങളുടെ അവിടെ കുറച്ച് ആൾക്കാർ ജോലിയില്ലാണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെല്ലെ അവരിനെ കൊണ്ടുവരും, എക്സ്പെർട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് അവരൊരു മിനി ഒരു ചൈനയാക്കി അതിനെ മാറ്റുക. പിന്നെ അത് ഒരുപാട് പൈസ, ഇഷ്ടം പോലെ പൈസ കൊടുക്കും. പൈസ കൊടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ വെച്ചാൽ ഈ പോർട്ട് 100 കൊല്ലം അല്ലേ, 99-ാമത്തെ കൊല്ലം പറയും, ഇത് ഇനിയൊരു 100 കൊല്ലം കൂടി നിങ്ങൾ പൈസ ഒന്നും തന്നിട്ടില്ലല്ലോ, അത് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് പറയും. അങ്ങനെയാണ് ആ ട്രാപ്പിൽ പെടുത്തുന്നത്. അതുപോലെ കൊളംബോ പോർട്ട് സിറ്റി, അതാണ് പോർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ട്, അതായത് ചൈനീസ് ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് അവർ ചൈനക്കാർ അവിടെ ഉണ്ടായിരിക്കും ശ്രീലങ്കേൻ്റെ അകത്ത്. കൊളംബോയിൽ പോർട്ട് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സിറ്റി, അവിടെ സെപ്പറേറ്റ് ജൂറിസ്ട്രിക്ഷൻ ആണെന്ന്. അതായത് ശ്രീലങ്കക്കാർക്കൊരു നിയമം, ചൈനക്കാർക്ക് വേറെ നിയമം, അങ്ങനെയാണെന്ന് അവിടെ. ഈ ശ്രീലങ്കക്കാരൻ്റെ നിയമമൊന്നും ചൈനക്കാർക്ക് ബാധകമല്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റി പിടിയിട്ടില്ല. അങ്ങനെയാണ് ഈ രാജപക്ഷ ഫാമിലിക്കാർ ആണ് ഇത് മുഴുവൻ പൈസയൊക്കെ വാങ്ങിച്ചെടുത്ത് അവരും കൂടെ പോക്കറ്റിലിട്ടുണ്ടാവും. എന്നിട്ട് അവരുടെ നാട്ടുകാർ മുഴുവൻ വന്നിട്ട് അവിടെ വേറെ കുറേ പ്രശ്നമുണ്ട്. ഫ്യൂൽ ഷോർട്ടേജും ഫുഡ് ഷോർട്ടേജും ഇൻഫ്ലേഷനൊക്കെ മറ്റേ റെക്കോർഡ് ഹൈ ആണ്. അപ്പോൾ അങ്ങനെയാണ് അവർ ആക്ച്വലി അവരെ പുറത്താക്കിയത്, നാട്ടുകാരെ കൂടി വന്നിട്ട്. ശ്രീലങ്കയിൽ ഇപ്പോൾ കറൻറ്റ് പ്രശ്നം, അപ്പോൾ നമുക്ക് ശ്രീലങ്കയിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ CIA ഓപ്പറേഷൻ ആണ് എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് അതാണ് നമ്മൾ ശരിക്കും നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാരും ബഹളവും പിള്ളേരും അതും ഇതൊക്കെ കാണും. നമ്മൾ ശരിക്കും നമുക്കിതപ്പോഴും മനസ്സിലാവുമോ ഇത് ആരിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഇയാൾ ഈ പുതിയൊരു നേതാവ് വരുമല്ലോ, ഇപ്പോഴത്തുള്ള ആൾക്കാരെ ഓടിച്ചു വിട്ടിട്ട് പുതിയൊരാളെ കൊണ്ടുവരുമല്ലോ, എന്നിട്ട് അയാളാണ് ഇനി നാട് മുഴുവൻ നന്നാക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അവരുടെ പ്രവർത്തികൾ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് കാര്യം മനസ്സിലാവും. സിമ്പിൾ, അത്രേ ഉള്ളൂ.
അതായത് ഇയാൾ ആരുടെ ആളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അയാൾ ഈ ഭരണം പിന്നെ കിട്ടിയിട്ട് അയാൾ എന്തൊക്കെ ചെയ്തു, ആർക്കാണ് അയാൾക്ക് ലീനിയൻസി, ആർക്കാണ്, ചൈനയ്ക്കാണോ അമേരിക്കയ്ക്കാണോ ഇന്ത്യക്കാണോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ശ്രീലങ്കൻ്റെ ആരാണ്, അനുരാ കുമാര ഡിസനായക്കെ അങ്ങനെ എന്തോ ഒരാളാണ്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അനൂര എന്നാണ് പുള്ളിയുടെ പേര്. അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ജനത വിമുക്ത എന്ന് പറഞ്ഞിട്ടുള്ള JVP എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടിയിലാണ് പുള്ളി ഉള്ളത്. ജനുവരി 2025 ചൈന വിസിറ്റ് ചെയ്തിട്ട് $3.7 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തിനാണ്? ഒരു ഓയിൽ റിഫൈനറി ഉണ്ട്. ആ ഓയിൽ റിഫൈനറിൻ്റെ മോഡിഫിക്കേഷൻസും ഡെവലപ്മെൻറ്റ്, ഫാസ്റ്റ് ട്രാക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് $3.7 ബില്യൺ വീണ്ടും. ഇത്രയും കടമെടുത്തത് പോലെ ഇനിയും കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഈ പുതിയ ഗവൺമെൻറ് വന്നിട്ടും ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ചൈന ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, ശ്രീലങ്കക്കാർക്ക്. പിന്നെ പുതിയ ആൾ ഇന്ത്യക്കും കുറച്ച്, അതായത് ഫുള്ള് മോണോപ്പൊളി ചൈനയ്ക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് പുറമെ പറച്ചിൽ. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. ഫുള്ള് ഒരാൾ മാത്രം വന്ന് ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ അയാൾ അവിടെ നിന്ന് ആളിലും കൊണ്ടുവന്ന് അവസാനം ഇതൊരു ചൈന മറ്റേ തായ്വാൻ പോലെ ആവും. ഇനി അവസാനം ചൈനക്കാരോട് ഇതൊക്കെ ഞങ്ങളുടെ ഇത് ഞങ്ങൾക്ക് വേണം പറയും. അങ്ങനെ ഒരു സംഭവം മൊത്തത്തിൽ. അപ്പോൾ അതിനെതിരെ ആണിപ്പോൾ ഇയാൾ. പക്ഷെ ഇപ്പോഴും ഇവർക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചൈനയിൽ നിന്ന് പൈസ വാങ്ങിച്ചു, കുറേ ഇല്ലീഗൽ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്തു, അതിന് കടം കയറിയിട്ട് ഇൻഫ്ലേഷൻ കൂടി ഭരണമൊന്നും ചെയ്യാൻ പറ്റാണ്ടാണ് പഴയ ആളിനെ, രജപക്ഷ ഫാമിലിനെ ആൾക്കാരും ഓടിച്ചത്. എന്നിട്ട് പുതിയ ആളും ചെയ്യുന്നത് ഇതന്നെ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇത് CAA ആണോ? CAAൻ്റെ ആളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്ന് നമുക്ക് അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക. പിടിയിട്ടില്ല. ഇനി ബംഗ്ലാദേശിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റാണ്. അത് കേട്ടോ, മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഒരു ബാങ്കിങ് സിസ്റ്റമൊക്കെ ഉണ്ട് പണ്ടത്തെ. നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് തോന്നുന്നു. ഇയാൾ എന്തൊരു റെവല്യൂഷനൈസ്ഡ് സ്മോൾ ഫിനാൻസ് ബാങ്കോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പുള്ളിക്ക് നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് എക്കണോമിക്സിൽ, അങ്ങനെ എന്തോ. പുള്ളിയാണ് ഇപ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. പുള്ളി പറഞ്ഞ ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി മറ്റവിടുത്തെ വർത്താനമില്ല. അതാണ് ഇയാൾ പറയുന്നത്. അതായത് ഈ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് മുഴുവൻ ലാൻഡ് ലോക്ക്ഡ് ആണ്. അതായത് ചുറ്റും ലാൻഡ് വളഞ്ഞ ഒരു സ്റ്റേറ്റുകളാണ് ഈ 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കില്ല നമ്മൾ, നോർത്ത് ഈസ്റ്റ്, മേഘാലയ, ആസാം, മറ്റേത് മറിച്ചത്, ആ ഒരു സംഭവമില്ലേ. അപ്പോൾ അത് മുഴുവൻ ലാൻഡ് ലോക്ക്ഡ് ആണ്. അവിടെ എന്തെങ്കിലും ഇത് വേണമെങ്കിൽ, അത് അവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെയും കൂടെ ഒരു ഇത് വേണം. ഓൺലി ഗാർഡിയൻ ഓഫ് ദ ഓഷ്യൻ ഫോർ ദാറ്റ് റീജിയൻ, അല്ലെങ്കിൽ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത് ഞങ്ങളാണ്, ബംഗ്ലാദേശുകാർക്ക് ആണ് അവിടെ ഒരു ഓഷ്യൻ ബന്ധമുള്ളത്. ഇപ്പോൾ ആർക്കെങ്കിലും അവിടെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു റൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ബംഗ്ലാദേശുകാർ വിചാരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിടിയിട്ടില്ല. അതുപോലെ ടീസ്റ്റാർ റിവർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റിവർ പ്രൊജക്റ്റ് ഉണ്ട് ഈ ബംഗ്ലാദേശിൽ. അത് ചിക്കൻ നെക്ക് ഏരിയ എന്ന് പറയും. സിലിഗുരി ദ കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഏരിയ ആണ്. അതൊരു 22 കിലോമീറ്റർ വീതിയേ ഉള്ളൂ. ആ ഒരു ചെറിയൊരു സ്ഥലമാണ്. മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ സ്ഥലത്തിൽ കൂടെയാണ്, ആ സ്ഥലത്ത്, അതായത് അതിൻ്റെ ഒരു റിവർ വരുന്നുണ്ട്. ആ റിവറിൻ്റെ മോളിൽ നേപ്പാളും, ആ ഒരു കോറിഡോറിൻ്റെ മോളിൽ നേപ്പാളും അടിയിൽ ബംഗ്ലാദേശാണ്. അപ്പോൾ ആ ഒരു 22 കിലോമീറ്റർ ഉള്ളൊരു ഏരിയയാണ്. ആ ഏരിയ കൂടെ വേണം, ആ ഏരിയ ഇന്ത്യയുടെയാണ്. അപ്പോൾ ഇതിങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നേപ്പാൾ, അടിയിൽ ബംഗ്ലാദേശ്. അപ്പോൾ നമുക്ക് ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഇത് കണക്ഷൻ മുഴുവൻ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 22 കിലോമീറ്റർ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്താൽ മതി. പിടികിട്ടി? അതാണ് ചിക്കൻ നെക്ക് ഏരിയ എന്ന് പറയുന്നത്. അത് ഭയങ്കര ഇത്ര വലിയ ലാൻഡ് മാസ് കണക്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഏരിയയാണ്.
അപ്പോൾ അതിൽ കൂടെയാണ് ഈ ടീസ്റ്റ റിവർ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നത്. അത് ഇന്ത്യക്ക് ആ പ്രൊജക്റ്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഷെയ്ഖ് ഹസീന ഉള്ളപ്പോൾ ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ഡീലല്ല, വാക്കാലോ അങ്ങനെ എന്തോ ഒരു സംഭവം. ഷെയ്ഖ് ഹസീന അപ്പോഴേക്കും ഇന്ത്യക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു, ലീനിയൻസി ടുവേർഡ്സ് ഇന്ത്യ ആയിരുന്നു, അവർക്ക് നല്ല സപ്പോർട്ട് ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്ത് പുതിയ ഗവൺമെൻറ് എന്ത് ചെയ്ത് ഇന്ത്യേൻ്റെ നിന്ന് മേടിക്കുന്നില്ല. അവർ ചൈനൻ്റെ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ചൈനയ്ക്കാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. 2.1 ബില്യൺ ഡോളറിൻ്റെ ഒരു ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുഹമ്മദ് യൂനുസ് അവിടെ പോയിട്ട് മേടിച്ചിട്ടുണ്ട്. ആ മേടിക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ ഇന്ത്യനെ ചൊറിഞ്ഞിട്ടുള്ളൊരു വർത്തമാനം പറഞ്ഞു. അതായത് നിങ്ങൾ ഇന്ത്യ ഈ നോർത്ത് ഈസ്റ്റിലേക്ക് ആക്സസ് വേണമെങ്കിൽ ഞങ്ങൾ വിചാരിക്കണം, ഇതൊന്നും വലിയ സംഭവമല്ല, ഇതൊക്കെ ഞങ്ങളാണ് ഇവിടുത്തെ ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചൊറിയണ വർത്താനം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വലിയൊരു ഡിപ്ലോമസി ചർച്ചൻ്റെ ഇടയിൽ പറഞ്ഞത്. പിന്നെ അതുപോലെ ALM ഫസ്ലൂരോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരാളുടെ ഈ യൂനിസിൻ്റെ ഒരു അടുത്ത എയ്ഡാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതിൽ ഇന്ത്യ മറ്റേ നമ്മുടെ പഹൽഗാമിന് ശേഷം ഒരു യുദ്ധം പോലെ ഉണ്ടായിരുന്നല്ലോ ഇന്ത്യ പാകിസ്ഥാൻ. അപ്പോൾ അതിൽ ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്നോ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ പുള്ളി, അത് ഒഫീഷ്യൽ ആരും അല്ല, പക്ഷെ എന്നാലും ഇവർക്കൊക്കെ പരിചയമുള്ളതും ഇവരുടെയൊക്കെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. അതിൽ റിട്ടയേർഡ് എന്തോ ആണ്, എക്സ് എന്തോ മിനിസ്റ്റർ അല്ല, എക്സ് മിലിറ്ററിൻ്റെ എന്തോ ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യനെ ചൊറിയണ കുറേ സ്റ്റേറ്റ്മെൻറ്റും കുറേ കാര്യങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. പുള്ളി യൂനുസ് പറയുന്നത് ഇതൊക്കെ പ്രൊപ്പഗൻഡയാണ്, ഇതൊന്നും വിശ്വസിക്കേണ്ട എന്നാണ് യൂനുസ് പറയുന്നത്. 2.1 ബില്യൺ ഡോളേഴ്സ് മൊത്തം ചൈന ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ല. അത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മൊത്തം 1 ബില്യൺ മൊത്തം ചൈനീസ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യണത്. അത് ഈ ഫാക്ടറിയും അവിടെ ചീപ്പ് ലേബറല്ലേ, അപ്പോൾ അതിന് പിന്നെ ഈ ചൈനയ്ക്ക് ഇപ്പോൾ കുറേ അതാണ് ഈ ചൈനയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ചൈനയ്ക്ക് എന്തെങ്കിലും താരിഫോ അല്ലെങ്കിൽ അമേരിക്കയായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ബംഗ്ലാദേശിൽ നിന്ന് അയക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന്. പക്ഷെ ആരുടെ കമ്പനിയാണ് അത്? ചൈനക്കാരുടെ കമ്പനി പിടികിട്ടിയ. അതായത് ചൈന +1 പോളിസി എന്നൊക്കെ നമ്മൾ പറയും. ആക്ച്വലി ചൈന +1 പോളിസി ആരാ ചെയ്യുന്നത്? ചൈനക്കാരൻ്റെ. അയക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് അയക്കും, പക്ഷെ മനസ്സിലായി ചൈനക്കാരുടെ കമ്പനി തന്നെ. അങ്ങനെ ഒരു $1 ബില്യൺ ചൈന കമ്പനിക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈന ഇന്ത്യസ് എക്കണോമിക് സോണോ അങ്ങനെ എന്തോ ഒരു പരിപാടിക്ക് 350 മില്യൺ കൊടുത്തിട്ടുണ്ട്. മോംഗ്ല പോർട്ട് സെക്കൻഡ് ലാർജസ്റ്റ് പോർട്ടാണ് ബംഗ്ലാദേശിൽ, അതിൻ്റെ മോഡേണൈസേഷന് വേണ്ടിയിട്ട് 400 മില്യൺ. അതായത് പണം ഇങ്ങനെ ഇറക്കാണ് ചൈനക്കാർ. ഈ ആഫ്രിക്കയിലും ഇവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ആഫ്രിക്കയുടെ കേസ് വേറെ തന്നെ ഒരു കേസാണ്. കാരണം ആഫ്രിക്കയിൽ ഇല്ലാത്ത സാധനങ്ങളേ ഇല്ല. ലിത്തിയം, ബാറ്ററിക്ക് വേണ്ട ലിത്തിയം, പിന്നെ മൈക്രോ പ്രൊസസ്സറിന് വേണ്ട എന്തോ ഒരു സാധനം കൂടി ഉണ്ട്, അതൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അത് ആ ആൾക്കാർക്കേ അറിയില്ല, ആഫ്രിക്കയിലുള്ളവർക്ക് അറിയില്ല അതിങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടോ. അവരെന്തോ അവരുടെ അടുത്ത് പറയാം അതവിടെ കുഴിച്ചിട്ട് കുറേ സാധനം എടുത്തുക എന്ന് പറയും. അവരത് എടുത്തു കൊടുക്കും, അതിന് അവർ കൊണ്ട് പ്രോസസ്സ് ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എന്താണ് ലൂട്ടിംഗ് ആണ് ആഫ്രിക്കയിൽ നടക്കുന്നത്. ഈ റൈറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. റൈറ്റ്സ് കൊടുക്കുന്ന ആരാണ്? അവിടുത്തെ മെയിൻ വല്ല പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ട പൈസ ഇവർ ചൈനക്കാർ കൊടുക്കും, പിന്നെ അവർ മിണ്ടാണ്ടിരിക്കും. ജനങ്ങൾക്ക് ജോലി കിട്ടും. ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ജോലിയാണ്. അവരുടെ പട്ടിനെ പോലെ പണിയെടുപ്പിക്കും, അവർക്ക് എന്തെങ്കിലും നക്കപ്പിച്ച പൈസ കൊടുക്കും, ഇവർ വലിയ പൈസക്കാരും. ഇതന്നെയാണ് ആഫ്രിക്കയിൽ നടക്കുന്നത്. ഇതുപോലെ ഓരോ കൺട്രീസിലും ഇവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബംഗ്ലാദേശിൻ്റെ കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഇവിടെയും നമ്മളൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കിഡിലെ ഒരു പാറ്റേൺ കിട്ടും. അത് ആരിൻ്റെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശർമ്മ ഓളിയും യൂനുസിൻ്റെയും കാര്യമാണ്. KP ശർമ്മ ഓലി ആദ്യമായിട്ട് ബൈലാട്രൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു രാജ്യത്ത് പോയത് ചൈനയ്ക്കാണ്. യൂനുസും ആദ്യമായിട്ടൊരു ബൈലാട്രൽ ഡീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യത്തേക്ക് പോയത് ചൈനയ്ക്കാണ്. മനസ്സിലായോ? അതായത് അവർ ഭരണത്തിൽ വന്ന് അവരാദ്യമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാൻ പോകുന്നത് ചൈന ബീജിങ്ങിലേക്കാണ് ഇവർ പോകുന്നത്.
അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഈ ചൈന റിലേറ്റഡ് ആണ്. അപ്പോൾ അപ്പോഴാണ് ആൾക്കാരിങ്ങനെ വിചാരിക്കണോ ഇവർ ചൈനയിലേക്ക് അടുക്കുന്നത് കൊണ്ടായിരിക്കും CAA ഇവർക്കെതിരെ ഈ ഭരണം മാറ്റി ഇടാൻ നോക്കുന്നത് എന്ന് വിചാരിക്കും. കാരണം ഇന്ത്യ ഒരു ടാർഗറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയായിട്ട് ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും നേരത്തെ ഇന്ത്യയായിട്ട് അത്ര പ്രശ്നമൊന്നും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ചൈനയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഷെയ്ഖ് ഹസീനനെ ഇറക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കാർ എന്തെങ്കിലും കളി കളിക്കുമോ എന്ന് നമുക്ക് തോന്നും. കളിക്കായികയുമില്ല. അതായത് നമ്മൾ എപ്പോഴും വിചാരിക്കണം ഈ പ്രസിഡൻറ്റ് അല്ല CAA. അതായത് പ്രസിഡൻറ്റിന് ഒരു കൺട്രോൾ ഉണ്ടാവും CAAൻ്റെ അടുത്ത് എന്നുള്ളൂ. CAAക്കാർക്ക് അത് ഇതാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. CAAക്കാർക്ക് ഫണ്ട് ചെയ്യുന്നത് അവർ തന്നെയാണ്. അവർ ഈ ഡ്രഗ്സ് കടത്തിയിട്ടും ഇവർ തന്നെ ഡ്രഗ്സ് കടത്തും ഇഷ്ടം പോലെ. ഇത് നമ്മൾ ഇതൊന്നും കോൺസ്പിറസി ഒന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്. അതായത് അമേരിക്കയിൽ ക്രാക്ക് കൊക്കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൊണ്ടുവന്നത്, അത് കൊക്കെയിൻ്റെ ഒരു വേറൊരു വെർഷനാണ്. ആ ക്രാക്ക് കൊക്കെയിൻ കൊണ്ടുവന്ന് അവിടുത്തെ ബ്ലാക്ക്സ് ആയിട്ടുള്ള ആൾക്കാരിനെ ഒരു ക്രാക്ക് എപ്പിഡമിക് ഉണ്ടാക്കിയത് CAA ആണെന്ന് ഒഫീഷ്യൽ തെളിവുകളുണ്ട്. ഇവർ പോയി കൊളംബിയയിലും മറ്റോടെയൊക്കെ പോയി നിങ്ങൾ ആരാണ് ഈ സ്മഗിൾ ചെയ്യുന്നത് ഈ കൊക്കെയിൻ അമേരിക്കയിലേക്ക് നോക്കുമ്പോൾ ആരാണ്? CAAക്കാർ തന്നെയാണ്. അങ്ങനെയാണ് അവർ ഫണ്ടിങ് ഉണ്ടാക്കുന്നത്. ആ ഫണ്ടിങ് കൊണ്ടാണ് ഇവരിങ്ങനെ ഓരോ രാജ്യത്ത് പോയിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്. അതൊരു ഓട്ടോണോമസ് ഒരു ഏജൻസി പോലെയാണ്. അതിൽ ഈ പ്രസിഡൻറ്റിനൊക്കെ കൺട്രോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ഇങ്ങനെ ഉണ്ട് നമ്മൾ വിചാരിക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരുപാട് കൺട്രോളൊന്നും ഉണ്ടാവില്ല. CAAക്കാരാണ് ജോൺ എഫ് കെന്നഡിയെ കൊന്ന് എന്ന് വരെ പറയുന്ന ആൾക്കാരുണ്ട്. അതും ഒരു ടൈപ്പ് നോക്കിയ കൈൻഡ് ഓഫ് ലോജിക്ക് തന്നെയാണ്. CAAക്കാർ ഒരു യുദ്ധം ഉണ്ടാക്കാൻ നോക്കി, അതിനെതിരെ നിന്നു, അപ്പോൾ ജോൺ എഫ് കെന്നഡിയെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് CAAയും ഈ പ്രസിഡൻറ്റ് മാറി മാറി വരും, പക്ഷെ CAAൻ്റെ ആൾക്കാർ അവിടെ തന്നെ, അവർ മാറുമൊന്നുമില്ല. അപ്പോൾ എന്താണ് അവരാണ് ഈ സംഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണ്, അല്ലാണ്ട് പ്രസിഡൻറ്റ് ഇവരെ നിയന്ത്രിക്കുകയല്ല. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുക അപ്പോൾ ഇന്ത്യയും ഈ ബംഗ്ലാദേശ് അടുക്കുന്നത് അമേരിക്കയ്ക്ക് പറ്റാണ്ട് അമേരിക്ക ഷെയ്ഖ് ഹസീനെ മാറ്റിയതായിരിക്കും. പക്ഷെ മാറ്റുമ്പോഴും നേരെ ഇവർ പിന്നെയും പോകുന്നത് ചൈനയ്ക്കാണ്. അത് ആലോചിക്കുമ്പോൾ അതത്ര ശരിയല്ലല്ലോ. അത് അമേരിക്കയ്ക്ക് ആക്ച്വലി അടിയല്ലേ. അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും അവർ ഇപ്പോൾ പിന്നെ എടുക്കില്ലല്ലോ. ചൈനക്കാർ ഇത്രയും പൈസ കൊടുത്താൽ അമേരിക്കയ്ക്ക് അത് ഒരിക്കലും മാച്ച് ചെയ്യാനും പറ്റില്ല. അവിടെ കോൺഗ്രസ്സിലൊക്കെ അവതരിപ്പിച്ചിട്ട് ഈ പൈസയൊക്കെ അപ്രൂവ് ആക്കാൻ പറയുമ്പോൾ അല്ലാത്ത പണിയാണ്. അപ്പം അങ്ങനെയും ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് അതിന് പറയാം. ഇത് പുള്ളിക്കാരിയുടെ തന്നെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് വേറെ ആരും കണ്ടിട്ടോ കേട്ടിട്ടോ അംഗീകരിച്ചിട്ടൊന്നുമില്ല. ഇത് കൈൻഡ് ഓഫ് കോൺസ്പിറസി തന്നെയാണ്. ഒരു വൈറ്റ് മാൻ എന്നെ വന്ന് അപ്രോച്ച് ചെയ്തു. സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ്, അത് ബേ ഓഫ് ബംഗാളിൽ ഈ സ്ട്രെയ്റ്റ് ഓഫ് മലാക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. വലിയൊരു ഷിപ്പ് റൂട്ടാണ്. അതിൻ്റെ അടുത്താണ് ഈ സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ്. ആ ഐലൻഡ് ബംഗ്ലാദേശിൻ്റെ അണ്ടറിലാണ്. ആ ഐലൻഡ് ഞങ്ങൾക്ക് അവിടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്തു എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. അത് അംഗീകാരം കൊടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ ഭരണം എൻ്റെ കയ്യിൽ നിന്ന് പോയത് എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഞങ്ങളുടെ എന്നിട്ട് ഇവരിപ്പോൾ കൊടുത്തോ, ഇപ്പോൾ ഒരു കൊല്ലം ആയല്ലോ, എന്നിട്ട് ഇപ്പം എന്തെങ്കിലും അതിൽ മാറ്റം ഉണ്ടോ? സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് ഇപ്പോൾ അമേരിക്കയ്ക്ക് കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. കൊടുക്കുമായിരിക്കും. കൊടുക്കുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം ഇത് അമേരിക്കയുടെ കളിയാണ്, അല്ലെങ്കിൽ CAAക്കാരൻ്റെ കളിയാണ്. അത്രേ ഉള്ളൂ. ഈ ഇറാനിൽ ആദ്യത്തെ കേസ് പറഞ്ഞില്ലേ, അത് നമ്മൾ ചുമ്മാ പറയുന്നതല്ല കേട്ടോ. അത് ഒഫീഷ്യലി ഓപ്പറേഷൻ അയാക്സിൻ്റെ ഡോക്യുമെൻറ്റ്സും ഇവരെന്തൊക്കെയാണ് അവിടെ ചെയ്തതെന്നും എല്ലാം CAAക്കാരെന്നെ പുറത്ത് വിട്ടതാണ് കുറേ കൊല്ലം കഴിഞ്ഞിട്ട്. അന്ന് 53-ലോ 54-ലോ പോയിട്ട് നിങ്ങൾ CAAക്കാരൻ്റെ അടുത്ത് ഇതുപോലെ ഇരുന്ന് ചോദിക്കി, നിങ്ങളല്ലേ ഇറാനിലെ ചെയ്തത്, ഉള്ള സത്യം പറയുമെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങളാ ഇറാനാ, ഏത് ഇറാൻ, ഞങ്ങൾക്ക് അത് പോയിട്ടേ ഇല്ല എന്ന് പറയും. അങ്ങനെയാണ്. കുറച്ച് കാലം കഴിയണം, അപ്പോഴാണ് നമുക്ക് ഇത് കോൺസ്പിറസി ആണ്, കോൺസ്പിറസികളൊക്കെ സത്യമാവുക എന്ന് പറയില്ലേ, അതങ്ങനെയാണ്.
ഇപ്പം തന്നെ നമുക്ക് ഒരാളോ ഇത് CA ആണ്, ഇത് മറ്റേ ചൈനയാണ് നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല. കുറച്ച് കഴിയണം. ഇവരുടെയൊക്കെ ഓരോ തോന്നിവാസങ്ങൾ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. സെൻറ്റ് മാർട്ടിൻസ് ഐലൻഡ് ആർക്ക് കിട്ടും? അമേരിക്കയ്ക്ക് കൊടുത്ത CAൻ്റെ കളിയാണ് ഷെയ്ഖ് ഹസീനനെ മാറ്റിയത്. ബംഗ്ലാദേശിൽ ഭരണം മാറ്റിയത് ഇവരാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ് നമുക്ക് നേപ്പാളിലേക്ക് വന്നു കഴിഞ്ഞാൽ, നേപ്പാളിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സെപ്റ്റംബർ 8 2025 ഒരു ഹമി നേപ്പാൾ എന്ന് പറഞ്ഞിട്ടൊരു NGO ഉണ്ട്. ഈ NGO എന്ന് പറയുന്നത് തന്നെ ഒരു ഉടായ്പ സംഭവമാണ്. അതായത് NGOക്കാർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പൈസ റിസീവ് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് വൈറ്റ് ആക്കുക എന്നൊക്കെ പറയില്ല, അതൊക്കെ ഈ NGO വഴിയാണ് എല്ലാവരും ചെയ്യുന്നത്. വലിയ വലിയ കളികളാണിത്. അപ്പോൾ അതിൽ ഈ ഹമി നേപ്പാൾ എന്ന് പറഞ്ഞാൽ ഈ യൂത്തിൻ്റെ ഒരു NGO ആണ്, സംഘടനയാണ്. അത് എങ്ങനെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 എർത്ത് കേക്ക് വന്നു നേപ്പാളിൽ. കുറേ പേര് മരിക്കും, കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ ഹമി നേപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന. അവരാണ് ഈ ഡിസ്കോഡ് സെർവറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡിസ്കോഡ് സെർവറിലാണല്ലോ പുതിയ സുശീല കാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പ്രൈം മിനിസ്റ്ററിനെയൊക്കെ സെലക്ട് ചെയ്തത് നേപ്പാളിലെ ആൾക്കാർ, പിള്ളേരൊക്കെ കൂടി ചേർന്നിട്ട്. ആ സെർവറൊക്കെ മെയിൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഹമി നേപ്പാളിൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ അവരാണ് അന്ന് പാർലമെൻറ്റിലേക്കൊരു മാർച്ച് നടത്തിയത് സെപ്റ്റംബർ 8. അതിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊരു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തു, സെപ്റ്റംബർ 3 വരെ സോഷ്യൽ മീഡിയാസൊക്കെ രജിസ്റ്റർ ചെയ്യണം. ഒരു കമ്മ്യൂണിക്കേഷൻസ് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ പുതിയൊരു റൂൾ ഇറക്കിയതാണ്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്യണം, നിങ്ങൾ ഇവിടെ നേപ്പാളിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ റിമൂവ് ചെയ്യും, ബാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ആര് രജിസ്റ്റർ ചെയ്തു? ടിക്ടോക്ക് ചെയ്തു. അവിടെ ഇപ്പോഴും അതുണ്ട്. ടിക്ടോക്ക് ആരുടെയാണ്? ചൈനയുടെ. ഡേറ്റാ അതാ അങ്ങനെ നമ്മൾ ഈ കണക്ഷനിലേക്ക് എത്തുക. അപ്പം ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്ക് രജിസ്റ്റർ ചെയ്ത് കുഴപ്പമില്ല. ബാക്കി 26 ആപ്പുകളിനെ ബാൻ ചെയ്തു. നമ്മുടെ അമേരിക്കൻ കമ്പനീസ് ഒന്നും രജിസ്റ്റർ ചെയ്തില്ല. എക്സ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതാണോ പ്രശ്നം? മറ്റേ വീഡിയോസും റീൽസൊന്നും കാണാണ്ട് പിള്ളേർക്കൊക്കെ ദേഷ്യം വന്നിട്ടാണോ പ്രൊട്ടസ്റ്റ് വന്ന് എന്നൊക്കെ കുറേ മൈരന്മാർ ഫേക്ക് ന്യൂസ് അടിച്ചിറക്കുന്നുണ്ട്. അതാണ് ഫേക്ക് ന്യൂസ്, മിസ്ഇൻഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അങ്ങനെയല്ല. അത് നെപ്പോ കിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു #, ട്രെൻഡ് ഉണ്ടായിരുന്നു. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീംസും ട്രോൾസും വീഡിയോസൊക്കെ പോലെ ഈ പൈസക്കാരുടെ മക്കൾ, അതിപ്പോൾ പൈസക്കാരുടെ മക്കളല്ല, പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾ. കൈൻഡ് ഓഫ് ഒന്നെ, പൈസക്കാർ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഒന്നാണല്ലോ. പൊളിറ്റീഷ്യന്മാരുടെ മക്കൾ ഭയങ്കര നിലയിലും അവരൊന്നും നേപ്പാളിലേ ഇല്ല. അതിപ്പോൾ നമ്മുടെ പൊളിറ്റീഷ്യന്മാരുടെ ഒക്കെ മക്കളുടെ എടുത്താലും ആരാണ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്? എല്ലാവരും UK പഠിക്കും, അമേരിക്കയിൽ ജോലി, അവിടെ ജോലി, ഇവിടെ ജോലി, എല്ലാവിടെയും. അതിപ്പോൾ ആ കേന്ദ്രം എടുത്താലും ശരി, നമ്മുടെ എടുത്താലും ശരി, ഒക്കെ അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ ഉള്ള മക്കളാണെങ്കിൽ ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇവരിൻ്റെ കൂടെ തന്നെ ഇവരുടെ പാർട്ടിയിൽ നിന്നിട്ട് അടുത്ത സീറ്റ് അവർക്ക് മേടിച്ചു കൊടുക്കും. ഒന്നെങ്കിൽ പൊളിറ്റിക്സിലേക്ക് ഇറക്കും, ഇല്ലെങ്കിൽ ഫോറിനിൽ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഫോറിനിൽ പഠിക്കാനോ അല്ലെങ്കിൽ ഫോറിനിൽ ജോലിയോ എന്തൊക്കെ ആയിരിക്കുമല്ലോ ഈ പൊളിറ്റീഷ്യന്മാരുടെ മക്കൾക്ക്. എല്ലാവരും ഇങ്ങനെ തന്നെ, ഇത് പുതിയ കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട്, കാരണം നേപ്പാളിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ്. നേപ്പാളിൻ്റെ കണക്കുകൾ പറയുന്നത് 20.65% അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എമോങ് യൂത്ത്. ഒരു കൺട്രിയുടെ ടോട്ടൽ എടുക്കുമ്പോൾ 10% ഉണ്ട് ഒരു കൺട്രിയുടെ മൊത്തം എടുക്കുമ്പോൾ. ഇത് കമ്പയർ ചെയ്യാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നോക്കുമ്പോൾ 4.9 അങ്ങനെ എന്തോ ആണ്, അമേരിക്കയുടെ 4.6 അങ്ങനെ എന്തോ ആണ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ആസ് എ ഹോൾ. യൂത്തിൻ്റെ മാത്രം എടുക്കുമ്പോൾ നേപ്പാളിൽ 20.65 ഈ കൊല്ലം. അപ്പോൾ ഒരാൾക്കും അത് കാരണം അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഇല്ലാത്ത ഒരു രാജ്യമില്ല. എല്ലാം നമ്മുടെ അവിടെ നിന്നാണ് പോകുന്നത്.
അവരുടെ ജിയോഗ്രഫി അങ്ങനെയാണ്, അവർ മലയും കുന്നും ഒക്കെയാണ്. അവിടെ ഇപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ ചെയ്യുക? അവിടെ മെയിനായിട്ട് ടൂറിസമാണ് ഉള്ളത്. ഈ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹിമാലയം കയറാൻ പോകുന്ന ആൾക്കാർ കൊടുക്കുന്ന ഫീസാണ്. നല്ല എമൗണ്ട് ആവും, $10,000-20,000, $40,000, അങ്ങനെ എന്തൊക്കെയോ ആണ് കണക്കുകൾ. അത്രയും കൊടുക്കണം ഒരു തവണ ഹിമാലയം കയറാൻ. നിങ്ങൾക്ക് പെർമിഷൻ വേണോ, ഈ പൈസ കൊടുക്കണം. ലീഗലായിട്ടുള്ള ഇതാണ് പറയുന്നത്. അതാണ് അവരുടെ മെയിൻ വരുമാനം. ഒരു കൊല്ലം എത്ര പേര് പോവും, അത്രയും പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ടൂറിസത്തിനാണ് എല്ലാ പൈസയും കിട്ടിക്കൊണ്ട് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഈ പൊളിറ്റീഷ്യന്മാർ ഇവരുടെ ഈ ട്രെൻഡ്, ഈ ഒരു ഹാഷ്ടാഗ് ട്രെൻഡ്, നെപ്പോ കിഡ്സ് ട്രെൻഡ് അവർ സ്റ്റോപ്പ് ചെയ്യാനും ഇതിനൊന്ന് സെൻസർ ചെയ്യാനുമാണ് ആ രജിസ്ട്രേഷനെ, അങ്ങനെ ഒരു നിയമമേ അവരുണ്ടാക്കിയത്. ഭയങ്കര കറപ്റ്റാണ് ഇവരുടെ ഗവൺമെൻറ്. അതിപ്പോൾ ഞാനിത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അത് സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നിയമം ഇറക്കി, ഇത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇതിലെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വേറൊരു ആംഗിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ നേപ്പാളിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇവിടെ ഈ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കോളേജിൽ പഠിക്കാനും ജോലിക്കും കുറേ പേര് വരും. ഇഷ്ടം പോലെ ആൾക്കാർ പുറത്തുണ്ട്. 7 മില്യൺ ആൾക്കാർ പുറത്ത് ജോലിക്കും പഠിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെയാണ് കണക്ക്. ചെറിയൊരു പോപ്പുലേഷനാണ് നേപ്പാളിലൊക്കെ ഉള്ളത് കേട്ടോ, നമ്മളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത്രയും ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ടിക്ടോക്കിൽ മെസ്സേജ് കൊണ്ട് ഇരിക്കേണ്ടി വരും അവസാനം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് നോർമലി ഉണ്ടാക്കും. ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും ബാധിക്കുന്ന കാര്യമല്ല ഇത്. വാട്സാപ്പും മറ്റേതൊക്കെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അതുപോലെ കാര്യങ്ങൾ അറിയണ്ടേ? എല്ലാവരും ചൈനക്കാരുടെ ആപ്പ് മാത്രം നോക്കി ഇരിക്കുകയല്ലോ, ടിക്ടോക്ക് മാത്രം നോക്കി ഇരിക്കുകയല്ല. അപ്പോൾ ഈ 3-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് കൊടുത്തു. കുറേ പേര് ചെയ്തില്ല, ടിക്ടോക്ക് ചെയ്തു. ബാക്കിയുള്ളവരെ 4-ാം തീയതി ബാൻ ചെയ്തു. അപ്പോൾ ഈ ഒരു 4 to 8 ഭയങ്കര അവിടെ ആൾക്കാർ കുറേ ബുദ്ധിമുട്ടുണ്ടായി. ഈ ടൂറിസം കൊണ്ടല്ലേ ഇവരൊക്കെ ജീവിക്കുന്നത്. ഇവരുടെ ആപ്പും ഇതൊക്കെ ബാൻ ചെയ്ത എന്താ അവസ്ഥ? അപ്പോൾ 8-ാം തീയതി ഒരു മാർച്ച് നടക്കുകയാണ്. ഹമി നേപ്പാൾ ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ അവർ ഓർഗനൈസ് ചെയ്തു. നല്ല രസമാണ്. അവരുടെ ഡിസ്കോഡിൽ അവരുടെ പോസ്റ്റൊക്കെ കാണും. നിങ്ങൾ വെള്ളം കൊണ്ടുവരൂ, കുട കൊണ്ടുവരൂ, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, സമാധാനമായിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളൊരു പോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ കൂടിയാൽ അറിയാലോ, ഒരാൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഹമി നേപ്പാളല്ല, ഏത് നേപ്പാളാണെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഈ നേപ്പാളിൽ മാത്രം കണ്ട ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വീഡിയോവും ആ പ്രക്ഷോഭമൊക്കെ നോക്കുമ്പോൾ ഒരു വയസ്സായ ആൾ പോലും ആദ്യമില്ല. നിങ്ങൾ തന്നെ എടുത്തൊന്ന് വെരിഫൈ ചെയ്തോ. വയസ്സായ ആൾക്കാരോ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരല്ലാത്ത ഒരാളും അവിടെ കാണാനില്ല. ഈ ഗുണ്ടകൾ പോലത്തെ ഓരോ ടീംസ് വരില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ആളും ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് വന്നു. പിന്നീട് കുറേ കേസുകളുണ്ട്, അത് പറയാം. ആദ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് 8-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയി പാർലമെൻറ്റിലേക്ക് ഒരു മാർച്ചായിരുന്നു, മാർച്ചിലേക്ക് പോയി. അത് വയലൻ്റായി. പോലീസ് വെടിവെച്ചു, റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിവെച്ചു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. അല്ല, ശരിക്കുള്ള ബുള്ളറ്റ് തന്നെയാണ് വെടിവെച്ചത്. അതിൽ 19 പേര് ആദ്യം മരിച്ചു എന്ന് പറഞ്ഞു. അത് മൊത്തം 20-21 പേര് പിള്ളേർ തന്നെ മരിച്ചു. ഓക്കെ, അങ്ങനെ മരിച്ചപ്പോൾ ഇമോഷൻസ് വിൽ ബി ഹൈ. അത് കഴിഞ്ഞിട്ടാണ് 10-30 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇവർ അങ്ങോട്ട് ഒരു ഇറക്കം അങ്ങോട്ട് ഇറങ്ങി എല്ലാം അങ്ങോട്ട് കത്തിച്ചു. അവിടെയും ഒരു ഫേക്ക് ന്യൂസും ഒരു കോൺസ്പിറസിയും ഉണ്ട്. അതായത് നേപ്പാൾ ഗവൺമെൻറ് ചെയ്ത ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേപ്പാൾ ഗവൺമെൻറ് ചെയ്തത് ഡിസ്ട്രാക്ഷൻസ് എടുത്ത് കളഞ്ഞു. നെവർ ഡു ദാറ്റ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സോഷ്യൽ മീഡിയ. ഇന്ന് ഏത് സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അടുത്ത ആഴ്ച ഏത് സിനിമ ഇറങ്ങും, ഇന്ന് ഇവനും അവനും തമ്മിൽ ബിഗ് ബോസിൽ അടിയായോ, എന്താണ് അതിൻ്റെ ഇനി നാളെ മോഹൻലാൽ വന്ന് എന്തു പറയും, ഹായ്, ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം. അമേരിക്കയിലെ ഈ ഇൻഫ്ലുവൻസർ എന്ത് ചെയ്തു, അവൻ എന്ത് സംഭവിച്ചു, ഇവർ ബ്രേക്കപ്പ് ആയോ, എപ്പോഴാണ് കല്യാണം,
കുട്ടിക്ക് പേരിട്ടോ, ആ നടിയുടെ കുട്ടി ജനിച്ചോ എന്നൊക്കെ ഇവർക്ക് അറിയണം. അതറിഞ്ഞില്ലെങ്കിൽ പീപ്പിൾ വിൽ ബി റെസ്റ്റ്ലെസ്. ദേ വിൽ സ്റ്റാർട്ട് ടു തിങ്ക്. അവരാലോചിക്കും, ഓഹോ പൊളിറ്റീഷ്യന്മാരുടെ മക്കളൊക്കെ അമേരിക്കയിൽ നല്ല സുഖവാസത്തിൽ, ഞങ്ങളിവിടെ ദുരിതവും അനുഭവിച്ച് ഒരു ജോലിയും ഇല്ല, ഒരു ഡെവലപ്മെൻറ്റും ഇല്ല, പൈസയൊക്കെ അവരുടെ പോക്കറ്റിലേക്കും പോകണു, നമ്മൾ എന്ത് ഒരു ഇതിലാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. ആ തോന്നിയതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ ഒരു 8-ാം തീയതിയും കണ്ടത്, ഈ ഒരു 9-ാം തീയതിയും കണ്ടത്, 10-ാം തീയതിയും കണ്ടത്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റോമൻ സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസ്പിരസി അല്ല, ഒരു സംഭവമാണ്, ഒരു എന്താ പറയുക, ഒരു ശരിക്കുള്ളൊരു കാര്യമാണ് റോമൻ സർക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു 1.5 മണിക്കൂർ എടുത്തൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കുക. റോമൻ സർക്കസിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗീവ് ദം ബ്രെഡ്, ഗീവ് ദം സർക്കസ്. ദേ വിൽ നെവർ തോട്ട് ഓഫ് റിവോൾട്ടിങ് അഗെയിൻസ്റ്റ് ദ കിങ് ഓർ ദ ഗവൺമെൻറ്. നിങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കൂ, നിങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കൂ, TV കൊടുക്കൂ, സിനിമ ഇറക്കൂ. അപ്പോൾ അത് ആൾക്കാർ അങ്ങനെ പൊയ്ക്കോളും. പിന്നെ ഈ നിങ്ങളെല്ലാം ഇത് ബാൻ ചെയ്തു. ഇപ്പോൾ നാളെ ഇപ്പം നമ്മൾ ഇതെല്ലാവരും അപ്ലിക്കബിളാണ്. നമ്മൾ വിചാരിക്കുന്നതാ നാളെ ഇവിടെ എല്ലാം ബാൻ ചെയ്ത് വെച്ചോ, യൂട്യൂബ് ബാൻ ചെയ്തു, അത് ബാൻ ചെയ്തു, ഇത് ബാൻ ചെയ്തു. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ റോട്ടിൽ കൂടി ഇങ്ങനെ ഈ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഈ മരന്മാർ ഇതെന്ത് കോൺട്രാക്റ്റ് പണിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഇതാരാ ഈ കോൺട്രാക്ടർ, ആരാണ്, ഏത് ആളാണ് ഈ ആൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തത്, എത്ര അഴിമതി ഇതിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അപ്പോഴാ ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വെട്ടിച്ച് കുഴിയൊക്കെ വെട്ടിച്ച്. കാരണം നമ്മൾ സിനിമ കാണാനായിരിക്കും പോവുക. 10:00 സിനിമ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ 10:15 10:20 വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ കുഴിയൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ വെട്ടിച്ച് പോകും. പോയിട്ട് വേണം സിനിമ കണ്ടിട്ട് വേണം അതിനെക്കുറിച്ച് 4 പേരടുത്ത് പറഞ്ഞിട്ട് വേണം അതിനെക്കുറിച്ച്, എൻ്റെ നടനാടാ നല്ലത്, ഞാൻ അയാളുടെ ഫാനാടാ, അയാളാണ് നല്ലത്, നിൻ്റെ ആ നടനൊന്നും പോരാ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കാൻ. അപ്പോൾ ഇതൊക്കെ ബാൻ ചെയ്താൽ പിന്നെ ചിന്ത വരും, ഇതെന്താണ് ഇതിവിടെയൊക്കെ കുഴി, പിന്നെ വേഗം പോകണ്ടല്ലോ, പിന്നെ മെല്ലെ പോയാൽ മതി. അപ്പോൾ എന്താ ഇവിടെയൊക്കെ കുഴി, ഇതെന്താണ്, എന്ത് റോഡ്, ഇതിപ്പോൾ പണിതല്ലേ ഉള്ളൂ, 2 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ, ഇതാണോ 2 കൊല്ലത്തേക്കാണോ റോഡ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക. അതാണ് ഈ റോമൻ സർക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇതിപ്പോൾ ഇന്നൊന്നല്ല തുടങ്ങിയതല്ലേ, പണ്ടോട്ടേ ഉള്ള സാധനമാണ്. അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ ജെൻസി പിള്ളേരൊക്കെ പുറത്തിറങ്ങിയതാണ് എൻ്റെ ഒരു ഇത്. അല്ലാണ്ട് ഈ പിള്ളേരൊക്കെ പുറത്തിറങ്ങില്ല എന്ന് പറഞ്ഞാൽ, നേപ്പാൾ ആൾക്കാർ ഭയങ്കര ധൈര്യമുള്ള ആൾക്കാർ, ഈ ഗൂർഖ ടീംസൊക്കെ അറിയാമല്ലോ, ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇറങ്ങിയത്. പക്ഷേ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇത് അവിടുത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ചെറിയ പിള്ളേരും. വേറെ വീഡിയോ ഒക്കെ ഉണ്ട്, ഒരു അമ്മ ഒരു പ്രൊട്ടസ്റ്റിന് പോയ മകനെ തല്ലിയിട്ട് വീട്ടിൽ പോടാന്നൊക്കെ പറഞ്ഞ് ഓടിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ശരിക്കൊരു ജെൻസി പ്രൊട്ടസ്റ്റ് തന്നെയായിരുന്നു ആദ്യം നടന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒരു പ്രൊപ്പഗൻഡ, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിലൊരു പ്രൊപ്പഗൻഡ ഉണ്ട്. എല്ലാം പിടിച്ച് കത്തിച്ചു, പാർലമെൻറ്റ് കത്തിച്ചു, മറ്റേ കത്തിച്ചു, അത് കത്തിച്ചു, ഇത് കത്തിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. വി ഹേറ്റ് ദ കോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതായത് ഒന്നും വിശ്വസിക്കരുത്, ഒരു സാധനം വിശ്വസിക്കരുത്. ഈ മെയിൻ സ്ട്രീം മീഡിയ പറയുന്ന ഒന്നും അവർക്കൊക്കെ പേടിയാണ്. ഈ ജനങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങും എന്ന് പറഞ്ഞാൽ അവർക്കത് പേടിയാണ്. ഓക്കെ, കാരണം ഏത് ഭരണാധികാരിയാണെങ്കിൽ ഏത് പൊളിറ്റീഷ്യനാണെങ്കിലും അത് പേടി തന്നെയാണ്. എല്ലാ ജനങ്ങളും കൂടെ രാവിലെ പോയി ഒരു റോഡ് മോശമാണ്, ആ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ വീട്ടുകാരും കൂടെ പോയിട്ട് രാവിലെ പോയിട്ട് ഇതെന്താണ് ഈ റോഡ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുടുങ്ങും. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അത് എല്ലാവർക്കും പേടിയാണ്. അതന്നെ അതേ പേടിയാണ് ഈ മെയിൻ സ്ട്രീം മീഡിയകൾക്കും.
മെയിൻ സ്ട്രീം മീഡിയൻ്റെ ഏതോ ഓഫീസൊക്കെ പിടിച്ച് കത്തിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയാണിത്. ഒരു ചോദ്യവും ചോദിക്കില്ല, അവരിനെ ഇങ്ങനെ പൊക്കി 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 പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കുറേ മെയിൻ സ്ട്രീം മീഡിയകൾ അതിനെയും കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വി ഹേറ്റ് ദ കോൾഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇംഗ്ലീഷുകാരൻ അവിടെ എന്തോ ടൂറിസ്റ്റോ എന്തോ വ്ളോഗൊക്കെ എടുക്കാൻ വന്നതാണ്. അയാളെ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിലൊക്കെ പോയിട്ടൊരു വ്ളോഗുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ആഫ്റ്റർ മാത്ത് എന്നുണ്ട്. ആ പ്രൊട്ടസ്റ്റ് നടന്നതിൻ്റെ അടുത്ത ദിവസം നമ്മൾ ആ വീഡിയോയിൽ അയാൾ പ്രത്യേകം പറയുന്നുണ്ട്, അപ്പുറത്ത് മോളുണ്ട്, അപ്പുറത്ത് കുറേ കടകളുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇവരുടെയൊക്കെ വീഡിയോ കണ്ട് വിചാരിക്കും, ഓ ഫുള്ള് മറ്റേ എല്ലാത്തിനെയും കത്തിച്ചു. ഒരിക്കലും ഇല്ല. കുറേ മോളും കുറേ ഷോപ്പുകളും എല്ലാം ഉണ്ട്. അതിനൊന്നും ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ഗവൺമെൻറ് ഓഫീസുകൾക്കും ഈ ഗവൺമെൻറ് ഓഫീസേഴ്സിനും ഈ പൊളിറ്റീഷ്യന്മാർക്കും ബന്ധമുള്ള പല ബിൽഡിങ്ങും പല ബിസിനസ്സുകളൊക്കെയാണ് ഇവർ ആക്രമിച്ചിട്ടുള്ളത്. അത് നമുക്കറിയില്ല, അത് അവർക്കറിയായിരിക്കും. അതൊന്ന് ചോദിച്ചാൽ മതി, ഈ ബിൽഡിങ് എന്തിനാണ് കത്തിച്ച്, അപ്പോൾ ഇത് ഇന്ന ആളുടെ ബന്ധമുള്ള അതുകൊണ്ടാണ് അത് കത്തിച്ചതെന്ന് അവർ പറഞ്ഞു തരും. അപ്പോഴേക്കും ഇവിടുത്തെ മീഡിയ എഴുതുമോ ഇവർ മറ്റേ ഇനി ഇവിടേക്ക് എങ്ങനെ ആൾ വരും, ഇവിടെ നോക്കൂ, ഇനി ഇവിടെ എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ഇതെല്ലാം പിടിച്ച് കത്തിക്കല്ലേ എന്ന് വരും. അതെല്ലാം ഈ കള്ളപ്പണവും ഈ കറപ്ഷൻ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടാണ് അത് കത്തിക്കുന്നത്. മറ്റേ ആൾ ഗ്രൗണ്ട് റിപ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്, ഇതവിടെ നോക്കും മോള്, ഈ മോളിലൊന്നും ഒരു കുഴപ്പമില്ല, ഇതവിടെ നോക്കും കുറേ കട, ഇവിടെ കടകൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ വന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ മെയിൻ സ്ട്രീം മീഡിയ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. അതുപോലെ മെയിൻ സ്ട്രീം മീഡിയ പറഞ്ഞ വേറൊരു കാര്യം, പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ ഏതോ ഒരു സ്ത്രീനെ പിടിച്ച് കത്തിച്ചു കൊന്നു എന്ന് പറഞ്ഞു. ആ സ്ത്രീ മരിച്ചിട്ടില്ല. അതൊരു പൊളിറ്റീഷ്യൻ്റെ വീടായിരുന്നു, അതവിടെ അവർ കത്തിച്ചു. അതിൻ്റെ ഉള്ളിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ കുറച്ച് പരിക്കൊക്കെ ഉണ്ട്, കുറച്ച് പൊള്ളലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് മരിച്ചിട്ടില്ല. അപ്പോഴേക്കും എല്ലാവരും മരിച്ചു എന്നാക്കി. ഇതാണ്. അപ്പോൾ അവർക്ക് നെറേറ്റീവ് കിട്ടാനാണ് ഈ സാധാരണ ആൾക്കാർ മരിച്ചു മറ്റവനൊക്കെ കൊന്നു എന്നൊക്കെ പറയാൻ. നല്ല അടി കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അടി കിട്ടിയിട്ടുണ്ട്. ശർമ്മോളിക്ക് അടി കിട്ടിയിട്ടുണ്ട്, വേറൊരു സ്ത്രീക്കും അടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ പൊളിറ്റീഷ്യന്മാർക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ അത് എന്തിനാണ് അടി കിട്ടിയത്? അപ്പോൾ ആ 10-20 പിള്ളേരെ കൊന്നതുകൊണ്ടല്ലേ. മൈനറായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് മരിച്ച ആൾക്കാരിൽ. അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ അതിൻ്റെ ഒരു റിയാക്ഷനല്ലേ അവർക്ക് കിട്ടുന്നത്. അതിലിപ്പോൾ മുഴുവൻ കുറ്റം പിന്നെ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ പറയാൻ പറ്റുമോ? ഇല്ല. ഇതിലാകെ ഒരു അനോമലി ആയിട്ട് തോന്നിയത് ഹിൽട്ടൺ ഹോട്ടൽ കത്തിച്ചതാണ്. ഹിൽട്ടൺ ഹോട്ടൽ എന്തിനാണ് കത്തിക്കണമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അത് പറയണമെങ്കിൽ ഹമി നേപ്പാളിൻ്റെ ഒരു മെമ്പേഴ്സിനെ ഒന്ന് നോക്കണം. ഹമി നേപ്പാൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ് ഇതൊക്കെ തുടങ്ങി വെച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹമി നേപ്പാളിൻ്റെ മെയിൻ ആളാണ് സുഡാൻ ഗുരങ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അയാൾ DJ ആയിരുന്നു പണ്ട്. പിന്നെ ഈ 2025 എർത്തുകേക്ക് വന്നതിന് ശേഷം സോഷ്യൽ വർക്കറായി മാറിയതാണ്. 36 വയസ്സേ ഉള്ളൂ. ചെറിയ പയ്യനാണ്. ചെറിയ പയ്യല്ല, ചെറുപ്പക്കാരനാണ്. ഇവരുടെ കൂടെ ഇവരുടെ ഫണ്ടേഴ്സും മറ്റേ ഇവരുടെ ബോർഡ് മെമ്പേഴ്സൊക്കെ ആയിട്ട് വേറെ കുറേ ആൾക്കാരുണ്ട്. ഇൻഫിനിറ്റി ഹോൾഡിങ്സ് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാരുണ്ട് ഇവരുടെ കൂടെ. മെൻറ്ററാണ് ദീപക് ഭട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഇൻഫിനിറ്റി ഹോൾഡിങ്സിൻ്റെ ആൾ. ഹമി നേപ്പാളിലുള്ള ആൾക്കാരാണ്. ഈ പുള്ളിനെ, ദീപക് ഭട്ടനെ, ഇയാളൊരു ആംസ് ഡീലറാണ്. 2022 കറപ്ഷൻ ചാർജസ് ഇയാൾക്കെതിരെയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ബെററ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇറ്റാലിയൻ കമ്പനിയിൽ നിന്ന് സ്മോൾ ആംസ്, നേപ്പാളിൽ പോലീസിന് സ്മോൾ ആംസ് ഉള്ള ഡീലിന് ഇയാൾ 5 ഇരട്ടി ചാർജ് ചെയ്തു. നോർമൽ എമൗണ്ടിൻ്റെ 5 ഇരട്ടി ചാർജ് ചെയ്തിട്ട് പൈസ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞിട്ട് കറപ്ഷൻ ചാർജസ് ഉണ്ട് ഇയാൾക്കെതിരെ, ദീപക് ഭട്ടയ്ക്കെതിരെ. അതേപോലെ ശങ്കർ ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീംസ് ഉണ്ട്. സാഹിൽ അഗർവാൾ, സുവൽ അഗർവാൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരാണ്. ഏട്ടനെ അനിയന്മാരാന്ന് തോന്നുന്നു. ഇവർ ബ്ലാക്ക് മാർക്കറ്റിൽ കോവിഡ് നോക്കണ മറ്റേ തെർമോമീറ്റർ ഗണ്ണില്ലേ, ഇങ്ങനെ വെച്ച് അടിച്ച് പണ്ടൊരു സാധനം നോക്കില്ലേ, കോവിഡിൻ്റെ സമയത്ത്
15,000 രൂപയ്ക്ക് ഈ തെർമോമീറ്റർ ഗണ്ണ് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു എന്ന് പറഞ്ഞിട്ട് 67 ഗണ്ണ് ഇവരുടെ പിടിച്ചിട്ടുണ്ട്. ഈ സാഹിൽ അഗർവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നേപ്പാളിലെ ആൾക്കാർ, നേപ്പാളിലെ പോലീസ് പിടികിട്ടി. അപ്പം അങ്ങനെ ഒരു ഷെയ്ഡി ബാക്ക്ഗ്രൗണ്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിവിടെ പറയാൻ വന്നത്, ഈ ഹിൽട്ടൺ ഹോട്ടലും ഇവരായിട്ട് എങ്ങനെയാണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശങ്കർ ഗ്രൂപ്പിൻ്റെയാണ് ഹിൽട്ടൺ ഹോട്ടൽ. ശങ്കർ ഗ്രൂപ്പാണ് ഹിൽട്ടൺ ഹോട്ടലിൽ മാനേജ് ചെയ്യുന്നത്. അവരാണ് അതിൻ്റെ നേപ്പാളിലെ മെയിൻ ആൾക്കാർ. അവരുടെ അണ്ടറിലാണ് ഹിൽട്ടൺ ഹോട്ടൽ. ഹിൽട്ടൺ ഹോട്ടലിൻ്റെ പ്രത്യേകത എന്താ? നേപ്പാളിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങാണ്, 19 നിലയുള്ള ബിൽഡിങ്ങാണ്. ഹമി നേപ്പാളിൻ്റെ പരിപാടി ഹമി നേപ്പാൾ ഓർഗനൈസ് ചെയ്തു. ഹമി നേപ്പാളിൻ്റെ പിള്ളേരാണ് ഇവരൊക്കെ. അവരൊരു സംഭവം വേണ്ടാന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ലായിരിക്കും. പക്ഷെ വലിയ മോബാണ്, കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല, അത് വേറെ കാര്യം. എന്നാൽ ഈ ഹിൽട്ടൺ ഹോട്ടൽ വന്ന് കത്തിക്കേണ്ട ഒരു കാര്യം, ഇൻഷുറൻസ് ഫ്രോഡായിരിക്കുമോ? ശങ്കർ ഗ്രൂപ്പ് ഹമി നേപ്പാളുള്ള ആൾക്കാരാണ്. ഹോട്ടൽ കത്തിച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടും, ഹെവി ഇൻഷുറൻസ് ആയിരിക്കും. നേപ്പാളിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങാണ്. അങ്ങനെയും ചിന്തിക്കാം. ഒരു കലാപമല്ലേ, ആരും ചോദിക്കാനും പറയാനൊന്നും പറ്റില്ലല്ലോ. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് ഇവരുടെ അണ്ടറിലാണ്. ഹമി നേപ്പാളിൻ്റെ ഈ സുഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളില്ലേ, പുള്ളിയൊക്കെ അതിൽ മെയിൻ ആളാണ്. സുശീല കാർക്കി എന്നൊക്കെ പറഞ്ഞത് ഈ സുഡാൻ ഗുരങ്ങിൻ്റെയും മറ്റവരുടെയൊക്കെ മെയിൻ ആൾക്കാരാണ്. അപ്പോൾ ഇനി അന്വേഷിക്കാനും ആരുമില്ല. ചാൻസസ് അത് അങ്ങനെയാണ്. നമുക്കത് ഒരു ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും വലിയ ഹോട്ടൽ ഇവരുടെ തന്നെ അണ്ടറിൽ ഞാൻ തന്നെ എൻ്റെ ഹോട്ടൽ കത്തിക്കുമോ? ഇതെന്താണ്? അത് ചെയ്യില്ലല്ലോ. ചെയ്യോ? സംശയമാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ വീഡിയോസ് അതിൻ്റെയും വരുന്നുണ്ട്. ഈ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞിട്ട് ഈ പിള്ളേർ തന്നെ വന്നിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നതും വൃത്തിയാക്കുന്നതും എല്ലാ സംഭവങ്ങളും ചെയ്യുന്നതും. പിന്നെ ഇങ്ങനത്തെ എന്ത് പ്രൊട്ടസ്റ്റ് നടന്നാലും കുറച്ച് ആൻറ്റി സോഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ ഒരു നാട്ടിൽ എല്ലാവരും നല്ല ആൾക്കാരുണ്ടാവില്ല. അടുത്ത ദിവസം ആകുമ്പോഴേക്കും ഏതോ ബാങ്കൊക്കെ കൊള്ളയടിക്കാൻ നോക്കി, അതിൽ ബാങ്കിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അതിനാളിനെ പിടിക്കുകയും ചെയ്തു. അത് ജെൻസിയും അല്ല, ഒരു കോപ്പും അല്ല, ശരിയായ ഒരു അമ്മാവൻ. അയാളെ പിടിച്ച് കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇവർ തന്നെ. അതേപോലെ ഏതോ ഒരു പൊളിറ്റീഷ്യൻ്റെ ഭാര്യനെ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഭാര്യനെ അയാൾ ഇട്ടിട്ട് പോയി. ആ പോയ സ്ത്രീനെ ഇവരെല്ലാവരും കൂടി ഏറ്റുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയും വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതൊന്നും മെയിൻ സ്ട്രീം മീഡിയ കാണില്ല. ഇവർ പറയും, ഇവരുടെ ഒരു നെറേറ്റീവ് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതെന്താ ജനങ്ങൾക്ക് കയ്യിൽ അധികാരമോ, ജനങ്ങൾ അനാർക്കി വന്നാൽ ശരിയാവില്ല, നമ്മൾ പറയുന്നതൊക്കെ കേട്ട് അവിടെ ഇരിക്കുക. യു ബി ദ ഷീപ്പ്, വി വീൽ ദ വൂൾഫ്. ഞങ്ങൾ പറയണത് നിങ്ങൾ കേൾക്കുക, അല്ല നിങ്ങളുടെ ആവശ്യങ്ങളോ നിങ്ങൾക്ക് എന്താ നല്ലത് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. ആ ഒരു നിലപാടിലാണ് മെയിൻ സ്ട്രീം മീഡിയ. അത് നിങ്ങൾ എന്ന് മനസ്സിലാകും, അന്ന് രക്ഷപ്പെടും. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ വാഹനങ്ങളുണ്ട്. ഒരുമാതിരി ഒരു വൃത്തികെട്ടവന്മാർ. ഞാൻ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ജനങ്ങൾക്ക് അധികാരം കിട്ടുന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയോ, ഇനി അടുത്തത് ഇന്ത്യയാണ്, ഇനി ഇന്ത്യയിൽ ഇത് വരണം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നേപ്പാൾ പോലെയല്ല ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞതാ ഇങ്ങനെ കിടക്കുന്ന ഒരു രാജ്യമാണ്. നിങ്ങൾ മണിപ്പൂരിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കിപ്പോൾ മുഴുവൻ അവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഡൽഹിയിലൊരു സംഭവം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഈ കേരളത്തിൽ നിന്ന് വണ്ടിയും പിടിച്ച് ഡൽഹി എത്തുമ്പിക്കും അത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പൊതുശത്രുവാണ് എപ്പോഴും. പണ്ട് ബ്രിട്ടീഷുകാരുള്ളപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ ശത്രു. ബ്രിട്ടീഷുകാരെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നായിരുന്നു എല്ലാ ഇന്ത്യക്കാരുടെയും മനസ്സിൽ. കുറേ ഇന്ത്യക്കാർ അപ്പോഴും ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ടാണ്. അതായത് നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരു ഭയങ്കര വലിയൊരു ശത്രു വേണം, എന്നാലേ നമുക്ക് ഒന്നിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. ആ ഒരാഴ്ച
ഒരു പ്രശ്നവും ഇങ്ങനത്തെ പ്രശ്നം അവൻ എൻ്റെ മതത്തിനെ പറഞ്ഞു, എൻ്റെ മതം എന്നാണ് നല്ലത് എന്ന് അവൻ പറഞ്ഞില്ല, എൻ്റെ നേതാവ് ആണ് നല്ലത്, എൻ്റെ പാർട്ടി നല്ലത്, എൻ്റെ പാർട്ടി പോരാ എന്നൊന്നും ആ ആഴ്ച ഒന്നും പറഞ്ഞില്ല. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാധനം വേണം, ഒരു സംഭവം, വലിയൊരു സംഭവം വേണം. അപ്പോഴാണ് നമുക്ക് ഒന്ന് ഒന്നിക്കാൻ പറ്റുക. അപ്പം കൂടെ ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇന്ത്യൻ പട്ടാളക്കാരനെ കൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം ചെയ്ത ആൾക്കാരെ വെടിവെച്ച് കൊന്നുകൊണ്ടിരുന്നത്. അതായത് ഇറ്റ്സ് വെരി ബിഗ്. നമുക്ക് ഇപ്പോൾ മണിപ്പൂരിൽ കുറേ കാലമായിട്ട് പ്രശ്നമുണ്ട്. എന്താണ് അവിടെ സംഭവം പ്രശ്നം എന്ന് പോലും പല ആൾക്കാർക്ക് അറിയില്ല. നമ്മളൊന്ന് മണിപ്പൂരിൽ പോയി നമ്മളിപ്പോൾ എത്ര പേര് മണിപ്പൂർ കണ്ടിട്ടുണ്ടാവും? കണ്ടിട്ടേ ഉണ്ടാവില്ല. ഞാൻ പോയിട്ടില്ല മണിപ്പൂരൊന്നും. അതുപോലെ നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? നമ്മൾ ഇന്ത്യൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്ഥലമാണ്, അതേപോലെ നമ്മൾ കണ്ടിട്ടില്ല. കാരണം അത്രയും വലുതാണ്, ഇറ്റ്സ് ഹ്യൂജ്. അപ്പോൾ ഈ കൺട്രീനെ മൊത്തം യുണൈറ്റ് ചെയ്ത് ഒരു പ്രക്ഷോഭത്തിന് വേണ്ടി ഇറങ്ങണമെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. 10 പേരടുത്ത് പോയി ചോദിച്ചാൽ 10 അഭിപ്രായം പറയും. അങ്ങനെയുള്ളതിൻ്റെ അടുത്തൊന്നും ഇത് നടക്കില്ല. ഈ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് ഈ അടുത്തത് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് വെറുതെ ഈ കമൻസിന് കുറേ ലൈക്ക് കിട്ടാനും കുറേ തെറിവിളി കേൾക്കാനൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോയിലേ പറഞ്ഞത്, അധികാരം എപ്പോഴും ജനങ്ങൾക്ക് വേണം, പേടി വേണം. ആർക്ക്? നമുക്കല്ല, അവർക്ക്, രാഷ്ട്രീയക്കാർക്ക്, പൊളിറ്റീഷ്യന്മാർക്ക്. എന്തിന്? ഇങ്ങനെയും നടക്കാം. അപ്പോൾ നമ്മൾ ഇവരിനെ ഒരുപാട് പിഴിഞ്ഞെടുക്കുക. ഇത്രയും അഴിമതി ചെയ്യാം. ഒരു 90% അഴിമതി ചെയ്താൽ മതി. ഒരു 10% ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ അവരിങ്ങനെ വന്ന് ഇറങ്ങിയാലോ എന്ന് അവർക്ക് പേടി വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ആര് മനസ്സിലാക്കുക? ഓരോ മണ്ടന്മാർ വന്നിട്ട് ഇന്ത്യ, നീക്ക് ഇന്ത്യനെ എങ്ങനെ ആക്കാനല്ലേ? അതേ പൊട്ടനാണോ നീ? എനിക്കതാ ചോദിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരിനെയൊക്കെ പിന്നെ അവരുടെ കാര്യമൊക്കെ പറഞ്ഞു പോയതിന് ഭ്രാന്താവും. അപ്പോൾ അത് വിട്. ഈ നേപ്പാൾ, ഈ ശർമ്മ ഓലി തിരുമെടുക്കനാണ്. അയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ മാത്രമല്ല പൈസ മേടിക്കുക, എല്ലാവിടെ നിന്നും. അമേരിക്ക തരുന്നുണ്ടോ, അമേരിക്കൻ്റെ നിന്ന് മേടിക്കുക. ചൈന തരുന്നുണ്ടോ, ചൈനയിൽ നിന്ന് മേടിക്കുക. എല്ലാം അവിടെ നിന്ന് മേടിക്കുന്നുണ്ട് പുള്ളി അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അമേരിക്കയുടെ MCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്, മില്ലേനിയം ചലഞ്ച് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് 550 മില്യൺ നേപ്പാളിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡീലുണ്ട്. അതേപോലെ USAID, നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇലോൺ മസ്കും കൂടെ പൂട്ടിച്ച സാധനമില്ല, അവർ 659 മില്യൺ, മൊത്തം രണ്ടുപേരും കൂടെ ഒരു ബില്യൻ്റെ അടുത്ത് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നേപ്പാളിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഇയർ ഡെവലപ്മെൻറ്റ് പ്ലാനൊക്കെയാണ് USAID, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയ്ഡ്, അത് പുറത്തുള്ള രാജ്യങ്ങൾക്ക് എയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കയുടെ ഒരു പ്ലാനാണ്. ഈ USAID വെച്ചിട്ടാണ് അമേരിക്ക പല സ്ഥലത്ത് അവരുടെ പ്രൊപ്പഗൻഡയും അവരുടെ ക്യാപിറ്റലിസം വളർത്താനുള്ള ഓരോ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ MCC സ്റ്റോപ്പ് ചെയ്തു. MCCൻ്റെ 550 മില്യണും സസ്പെൻഡ് ചെയ്തു. USAID 659 മില്യണും സസ്പെൻഡ് ചെയ്തു. ആര് സസ്പെൻഡ് ചെയ്ത്? ഇലോൺ മസ്കിൻ്റെ ഡോജ് വന്നത് ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഡോജും ഇല്ല, ഒരു കോപ്പും ഇല്ല, അവനൊക്കെ ഓടിച്ചു വിട്ടു. ഡൊണാൾഡ് ട്രംപ് ആയിട്ട് അടിച്ച് പിരിഞ്ഞ് പോയല്ലോ. പക്ഷേ ഡോജ് വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താ അറിയോ? USAIDൻ്റെ എന്തൊക്കെ ഫണ്ടിങ് ഏതൊക്കെ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. 70% 80% എന്തോ ക്യാൻസലാക്കി. അത്രയും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അതിൽ ഇസ്രായേലിൽ എന്തായാലും ഉണ്ടാവും. ഇസ്രായേലിന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇസ്രായേലിന് എന്തായാലും കൊടുക്കുന്നുണ്ടാവും. എല്ലാ കൊല്ലവും 3 ബില്യണോ എന്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ എന്തോ ഡീലാണ്. ബാക്കി ഈ നേപ്പാൾ കൂപ്പാളിനൊക്കെ അവർ ക്യാൻസൽ ചെയ്തു. അതൊരു കാരണമായിരിക്കും. 1 ബില്യൺ അമേരിക്കയിൽ നിന്ന് കിട്ടാമെന്ന് പറഞ്ഞ് ഡീലൊക്കെ സൈൻ ചെയ്തത് അവർ ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം USAID അവിടെ നിന്ന് ഡോജ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി, ഡോജ് വന്നിട്ട് ഈ അമേരിക്ക എന്തിനാണ് പുറത്തുള്ളവർക്ക് പൈസ കൊടുക്കുന്നത്? അമേരിക്ക ഫസ്റ്റ്, ആദ്യം ഞങ്ങളുടെ കാര്യം നോക്കുക എന്നിട്ട് പുറത്ത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻറ്റൊക്കെ ഇലോൺ മസ്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതിന് ആ കാരണം പറഞ്ഞിട്ട് അവർ USA പുറത്ത് രാജ്യങ്ങൾക്ക് ഫോറിൻ എയ്ഡ് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. അതിൽ നേപ്പാളിനും പണി കിട്ടി. അത് ചിലപ്പോൾ ഒരു കാരണമായിരിക്കും. ഒരു ലോജിക്കൽ കാര്യമല്ലേ?
എല്ലാം ഫ്രോസൺ ചെയ്തു. ഈ ഫണ്ടിങ് കൊടുക്കാൻ പറഞ്ഞാൽ എല്ലാം ഫ്രോസൺ ചെയ്തു. ഇനി ചൈനയിൽ നിന്ന് എത്ര രൂപ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല. ഒരു 41 to 61 മില്യൺ എന്നാണ് കണക്കുകൾ പറയുന്നത്. പിന്നെ 53% ഓഫ് EV ഇമ്പോർട്ട് ഇപ്പോൾ ചൈനയിൽ നിന്നാണ് അവരെടുക്കുന്നത്. അത് ഹാഫിൽ കൂടുതൽ. ചൈനയിൽ കുറേ കാറുകൾ കമ്പനികളും BYDയും മറ്റേ കാർ ഉണ്ടാക്കി തള്ളി വിടുന്നുണ്ട്. ഇതൊക്കെ അവിടെയും കൊണ്ട് വിൽക്കണ്ടേ. അതിനവർ 53% EV ഇമ്പോർട്ട് മുഴുവൻ വരുന്നത് ചൈനയിൽ നിന്നാണ്. അതാണ് നേപ്പാൾ ഈ മാനുഫാക്ചറിങ് കുറവല്ലേ. അവിടെ ഈ ജിയോഗ്രഫിക്ക് അപ്പോൾ പറഞ്ഞ പോലെ ഹിമാലയവും കുന്നും മലയും കുന്നിൻ്റെ മേലെ പോയിട്ട് ഫാക്ടറി കെട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. പെട്രോൾ ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും റയർ മിനറൽസ് ഉണ്ടോ? ഇപ്പോൾ യുക്രൈനിലൊക്കെ ഉള്ള പോലെ റയർ മിനറൽസിൻ്റെ എന്തെങ്കിലും സ്ഥലമുണ്ടോ ആഫ്രിക്കയിലുള്ള പോലെ? അതില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമില്ല. പിടികിട്ടിയ അപ്പോൾ ടൂറിസമാണ് മെയിൻ, അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണിത്. ഇനി വേറൊരു വൻ അഴിമതി ഞാൻ അപ്പോഴേ പറഞ്ഞു, ഒരു ഭയങ്കര അഴിമതിയാണ്. കണ്ണിച്ചൊരു മയമില്ലാത്ത അഴിമതിയാണ്. ഈ പൊക്കാര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കെട്ടി. എയർപോർട്ട് കെട്ടാൻ വേണ്ടി ലോൺ എടുത്തത് അത് $216 മില്യൺ ചൈന കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ലോൺ പോലെ കൊടുത്താണ് കേട്ടോ. എക്സിം ബാങ്ക്, ചൈനയിലെ എക്സിം ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാങ്കാണ് ഈ ലോണ് കൊടുത്തത്. അതിൽ കണക്കുകൾ വരുന്നത് 100 മില്യൻ്റെ അടുത്ത്, 106 മില്യണോ എന്തോ കറപ്ഷനാണെന്ന്. ആലോചിച്ച് നോക്ക്. 200 മില്യൺ അവർ കൊടുത്തു, അതിൽ 100 മില്യൺ അമുക്കി അടിച്ചു മാറ്റി. എന്നിട്ട് ഇപ്പോൾ പൊക്കാര ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അവർ വിചാരിച്ച പോലെ വലിയ കച്ചവടമൊന്നുമില്ല. കുറേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് മാത്രമേ ഓടുന്നുള്ളൂ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും അവിടെ ഇറങ്ങുന്നില്ല. അപ്പോൾ അതും പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നേപ്പാളിലെ ഗവൺമെൻറ് ഇതിപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ അവർ ഈ ലോണിനെ ഗ്രാൻഡാക്കി മാറ്റുമോ, അതായത് ലോൺ വന്ന ഇൻട്രസ്റ്റ് ഒക്കെ വരുമല്ലോ, അപ്പോൾ ഈ ഇൻട്രസ്റ്റ് ഫ്രീ ആക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ചൈനയ്ക്ക്. കിട്ടിയ അപ്പോൾ ഇനി ഈ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര അഴിമതിയാണ്, ഒരു കണ്ണിച്ചോരില്ലാത്തൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. പിന്നെ BRI എന്ന് പറയും, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട്, അത് ഞാൻ അവിടെ ഒരു മാപ്പ് കൊടുക്കുക. അത് ചൈനയുടെ ഒരു പ്ലാനാണ്, 2013 ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. $1 ട്രില്യൺ ആണ് ഇവരുടെ ഈ പ്ലാനിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിന് ഒരു 150 കൺട്രീസ് എന്തോ സൈൻ ചെയ്യുക എന്തോ ചെയ്തിട്ടുണ്ട്. സിൽക്ക് റൂട്ട് പോലത്തെ ഇവരൊരു ഒരു ഒരു എക്കണോമിക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ട്രേഡ് റൂട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു റൂട്ട് ഉണ്ടാക്കിയിരിക്കണം. ഈ കുറേ രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്നത്. രാജ്യങ്ങളുടെ പേര് കേട്ടോ, ഈ രാജ്യങ്ങളാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇന്തോനേഷ്യയിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്, ഭരണം അവിടെയും ഇതേപോലെ വൺ പീസിൻ്റെ ഫ്ലാഗൊക്കെ വെച്ചിട്ട് അവിടെയും പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട് ഇന്തോനേഷ്യയിൽ. സൗദി, ശ്രീലങ്ക എന്താ നടക്കുന്നത് അറിയാലോ. ഹംഗറി, പെറു, ടാസ്മാനിയ, ആഫ്രിക്കയിലുള്ള. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിലാണ് ഈ ഒരു റൂട്ടിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. 60 രാജ്യങ്ങൾക്ക് ഇവർ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. 2013 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഭയങ്കര സക്സസ് ആണെന്നാണ് പറയുന്നത്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നാണ് അതിൻ്റെ പേര്. അതായത് ചൈനക്കാർ പോയി കുറേ സ്ഥലത്ത് റോഡുകളും മറ്റേതൊക്കെ പണിത് കൊടുക്കും. ഈ മാൽദീവ്സിലും അങ്ങനെ കുറേ ഇവർ ചെയ്തിട്ടുണ്ട്. മാൽദീവ്സിൽ ഏതോ ഒരു ബ്രിഡ്ജോ എന്തോ സംഭവം, ബ്രിഡ്ജാണോ റോഡാണോ എന്താ ഓർമ്മയില്ല, അതെന്തോ ഒരു സംഭവം ഇവരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ ട്രാപ്പാക്കുക. ഒരു വലിയ പ്രോജക്റ്റ് ഇവർ ഞങ്ങളുടെ ഏറ്റെടുക്കും. ഇത് ഞങ്ങൾ കെട്ടിത്തരാം, മാമൻ കെട്ടിത്തരാം പറയും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും, ഇവിടെ ഞങ്ങൾക്ക് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ലേ, അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ വേണം, ലോണല്ലേ ഒന്നും വേണം, മാമനോടൊന്നും തോന്നല്ലേ മക്കളെ, കുറച്ച് ലോൺ ഇതാ പറയും. അപ്പോൾ അയ്യോ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയും. എന്നാൽ പൈസ തരണ്ട, അപ്പുറത്ത് ഒരു പോർട്ട് എടുക്കില്ല, അതൊന്ന് ഞങ്ങൾക്ക് ഇതാ, ഞങ്ങൾ ഇനി 100 കൊല്ലത്തേക്ക് ഞങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ പറയും അയ്യോ അത് പറ്റില്ല, പോർട്ട് പറ്റില്ല അല്ലേ, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഒരു 100 മില്യൺ തന്നാൽ പറ്റുമോ ചോദിക്കും. അപ്പോൾ പൊളിറ്റീഷ്യന്മാർ എന്നാൽ ശരി ഓക്കെ എടുത്തോടുത്തോ എന്ന് പറയും. 100 മില്യൺ കൊടുക്കുകയും ചെയ്യും, ആ പോർട്ട് അവരെടുക്കുകയും ചെയ്യും. അവരതിൽ അതായത് നമ്മളെപ്പോഴും ആലോചിക്കണം, ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. ഈ ഒരു രാജ്യത്തിലേക്ക് എന്തൊക്കെ വരണം എന്തൊക്കെ വരരുത് എന്ന് തീരുമാനിക്കുന്നത് ആ പോർട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അതായത് ഡ്രഗ്സ് കടത്തണം, ഒരു രാജ്യത്തേക്ക് ഡ്രഗ്സ് കടത്തണം,
ഏതിൽ കൂടെ കടത്തും? പോർട്ട്. ഇല്ലീഗൽ വെപ്പൺസ് കടത്തണം ഒരു രാജ്യത്തേക്ക്, എങ്ങനെ കടത്തും? പോർട്ട്. പിടിയിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. പോർട്ടിലാണ് കളി. പോർട്ട് ആര് കൺട്രോൾ ചെയ്യുന്നോ അവരാണ് ആ രാജ്യത്തിനെ ഇൻഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുന്നത്. പറയുമ്പോൾ ഗവൺമെൻറ്റും മണ്ണാങ്കട്ടയൊക്കെ ഉണ്ടാവും, പക്ഷേ സംഭവങ്ങളൊക്കെ ഇടയ്ക്കൂടെയൊക്കെ ചെയ്യുന്നത് ഇവരായിരിക്കും, പോർട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായി. അതുകൊണ്ട് തന്നെയാണ് ചൈന എല്ലാവിടെയും പോർട്ട് ഉണ്ടാക്കുന്നത്. പാകിസ്ഥാനിൽ വരെ പോർട്ടുണ്ട്. ഇനി വേറൊരു കോൺസ്പിറസി, ഇത് കോൺസ്പിറസി ഇല്ല, ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ്. ബലൻഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. പുള്ളി മേയറാണ്. കാഠ്മണ്ഡു എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെ സിറ്റി മേയറാണ് ബലൻഷ. പുള്ളി റാപ്പറൊക്കെ ആയിരുന്നു പണ്ട്. അപ്പോൾ പുള്ളീനാണ് ഈ ജൻസിക്കാരെല്ലാവരും ഇലക്ഷൻ വന്നാൽ ഇനി ജയിപ്പിക്കാൻ പോകുന്നത്. ഈ സുശീല എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഇൻറ്ററീം ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, പുള്ളിക്കാരി ഈ ഇലക്ഷൻ വരുന്നവരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഏജൻസിക്കാരൊക്കെ പറയുന്നത് ബലൻഷേനെ അടുത്ത പ്രൈം മിനിസ്റ്റർ ആക്കണം എന്നാണ് പറയുന്നത്. പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ റാപ്പറാണ്. പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പൊളിറ്റിക്സ് വന്നു. പൊളിറ്റിക്കൽ പാർട്ടിയിലൊന്നുമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് ഇവിടെ ഉള്ളത്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, ഒരു മാവോയിസ്റ്റ് പാർട്ടിയും ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയും. ആ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ആളാണ് ഈ KP ശർമ്മ. പിന്നെ ബാക്കി മാവോയിസ്റ്റ് ടീംസുണ്ട്. പിന്നെ ഒരു കോൺഗ്രസ് പാർട്ടിയോ അങ്ങനെ വേറെന്തോ ഒരു കോൺഗ്രസ് പാർട്ടിയോ ഉണ്ട്. ഇപ്പോൾ ഈ പാർട്ടിയൊക്കെ ഉള്ളത് ഈ ബലൻഷ പാർട്ടിയിലൊന്നുമില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ബലൻഷ ഫെബ്രുവരി 2024 US അംബാസിഡറായിട്ടുള്ള ഡീൻ ആർ ദ തോംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മേയർ എന്തിനാണ് ഒരു US അംബാസിഡറിനെ മീറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? മേയർ ഒരു രാജ്യത്തിൻ്റെ അംബാസിഡർ. ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺ കണ്ടുപിടിക്കുക. അല്ലാണ്ട് ഒരു ഇല്ലാത്ത സ്റ്റോറി ഉണ്ടാക്കിയിട്ട് മറ്റവർ പറയുന്ന പോലെ അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ശരിക്കും നടന്നിട്ടുള്ളൊരു കാര്യമാണ്. ഒരു മേയർ കാണായിയൊന്നുമില്ല. എന്താപ്പോൾ അംബാസിഡർ വന്നാൽ മറ്റേ കൊമ്പത്താളൊന്നും അല്ല, ഒരു മനുഷ്യനല്ലേ, കാണുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ പാറ്റേണൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ കൊല്ലമാണ്, ഫെബ്രുവരി 2024 ചിലപ്പോൾ അവർ നല്ല ബന്ധമായിരിക്കും, അതിനാണെങ്കിലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ സ്റ്റോറി പറഞ്ഞു, നമ്മുടെ ഈ പൊളിറ്റീഷ്യന്മാരുടെ മക്കളിനൊക്കെ കളിയാക്കാനും മീംസും ട്രോൾസൊക്കെ വന്നപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ബാൻ ചെയ്യാൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഈ രജിസ്റ്റർ ചെയ്യാന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരു കമൻറ്റൊക്കെ കേട്ടു. അതിനിപ്പോൾ എന്താ രജിസ്റ്റർ ചെയ്തുകൂടെയെന്ന്. എടാ മരത്തലയാ, രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നതേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇതിലാണ് അവർ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നത്. രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞാൽ മറ്റേ സൈനപ്പ് ചെയ്യുന്ന പോലെ പേരും ഇമെയിൽ ID കൊടുത്ത് സൈനപ്പ് ചെയ്യാനല്ല അവർ പറയുന്നത്. അവർ പറയുന്ന പോലെ ഇനി ഞങ്ങളുടെ പറയുന്ന സാധനങ്ങൾ ഇട്ടാൽ മതി, ഞങ്ങൾ പറയുന്ന ആൾക്കാരനെ ബാൻ ചെയ്യണം, റിമൂവ് ചെയ്യണം. അതാണ് രജിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആൾക്കാരനെ എല്ലാവരും ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ വലിയ പണിയാണ്. ഇനി നാശനഷ്ടങ്ങളുടെ കണക്ക് പറഞ്ഞാൽ 51 പേര് മരിച്ചിട്ടുണ്ടെന്നാണ് ഇതുവരെ ഒഫീഷ്യൽ കണക്ക്. 21 പ്രൊട്ടസ്റ്റ് ചെയ്ത പിള്ളേരും 9 പ്രിസണേഴ്സ്, പ്രിസണിനൊക്കെ കുറേ പേര് ചാടിയിട്ടുണ്ട്. പിന്നെ ഈ പ്രിസണിലുള്ള ആൾക്കാർ തിരിച്ചു പോയിന്നോ അങ്ങനെ എന്തോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. 3 പോലീസുകാർ മരിച്ചിട്ടുണ്ട് ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ. 18 അതേഴ്സ് എന്നും പറയുന്നുണ്ട്. അതെന്താ ഈ അതേഴ്സിൻ്റെ കണക്ക് അറിയില്ല. ഇങ്ങനെയാണ് ഒഫീഷ്യൽ കണക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഒരു പൊളിറ്റീഷ്യൻ്റെ ഭാര്യനെ കൊന്നു എന്ന് പറഞ്ഞത് അവർ കൊന്നിട്ടില്ല, അവർ മരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഈ നേപ്പാളിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ തന്നെ, ഈ നേപ്പാളിൽ നോക്കിക്കഴിഞ്ഞാൽ മാർച്ചിൽ ഇതുപോലെ ഒരു ചെറിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. പ്രോ മൊണാർക്കിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു മാർച്ചിൽ. അത് ചെറിയ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതായത് രാജഭരണം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്, ഈ ഡെമോക്രസിയൊക്കെ മടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഈ നേപ്പാളിലെ ഹിസ്റ്ററി ചെറുതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. 96 തൊട്ട് 2006 വരെ ഈ CPM മാവോയിസ്റ്റ് ഗറില്ല വാർ ഉണ്ടായിരുന്നു ഈ മൊണാർക്കിക്കെതിരെ. ബിരേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവായിരുന്നു അവിടുത്തെ രാജാവ് നേപ്പാളിലെ. കുറച്ച് ജനങ്ങൾക്ക് കുറച്ച് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും ഇതൊക്കെ കണ്ടു.
ഈ മൊണാർക്കിക്കെതിരെ ഇവർ നടത്തിയൊരു യുദ്ധം, ഈ മാവോയിസ്റ്റുകാർ നടത്തിയ യുദ്ധത്തിൽ 17,000 പേര് മരിച്ചിട്ടുണ്ട്. 96 തൊട്ട് 10 കൊല്ലത്തെ ആ ഒരു സിവിൽ വാർ പോലെ നടന്നതിൽ. അതിൽ 2001 ഈ ഒരു റോയൽ ഫാമിലി മാസക്കർ എന്ന് പറഞ്ഞിട്ട് ഈ രാജഭരണത്തിലുള്ള ആൾക്കാരിനെ കൊന്ന ഒരു സംഭവമുണ്ട്. ഈ ദീപേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഈ കിങ് ബീരേന്ദ്രനെയും അയാളുടെ റോയൽ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാരിനെ കൊല്ലുകയുണ്ടായി. ഭയങ്കര ഡാർക്കായിട്ടൊരു സംഭവം. 2001 അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയൊക്കെയാണ്. രാജകുടുംബത്തിനുള്ളിൽ തന്നെ അവർ ഈ രാജാവിനെ, നേപ്പാളിലുള്ള രാജാവിനെ കൊന്നിരിക്കുക. പിന്നെ ജ്ഞാനേന്ദ്ര പറഞ്ഞിട്ടുള്ള രാജാവായിരുന്നു പിന്നീട് 2001 തൊട്ട് 2005 വരെ. 2005 എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 2006 വരെ. 2005 ഈ ജ്ഞാനേന്ദ്ര വലിയ ഒരു ഗുണമില്ലാത്ത രാജാവായിരുന്നു. ജ്ഞാനേന്ദ്ര എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ് ഡിസ്മിസ് ചെയ്തു. എന്തിന്? ഈ മാവോയിസ്റ്റിക്കെതിരെ കംപ്ലീറ്റ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു അവസാന വട്ടം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ ഡെമോക്രാറ്റിക് പാർട്ടീസ് ഉണ്ട്, അവർക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ അവർ അതുവരെ പ്രോ മൊണാർക്കി ആയിരുന്നു, പ്രോ രാജാവായിരുന്നു. ഇയാളിങ്ങനെ ഇത് സസ്പെൻഡ് ചെയ്തതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ പാർട്ടീസും ഈ മാവോയിസ്റ്റ് ഗറില്ല വാർ ചെയ്യുന്നവരെല്ലാവരും ഈ മൊണാർക്കിക്ക് എതിരെയായി. അങ്ങനെയാണ് 2006 ജ്ഞാനേന്ദ്ര ഇറങ്ങുന്നതും റിപ്പബ്ലിക് ആവുന്നതും. ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ് നേപ്പാൾ ആയത് 2006. 2006 യുദ്ധം കഴിഞ്ഞു. 2008 2008 മൊണാർക്കി അബോളിഷ് ചെയ്തു. ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ട് നേപ്പാൾ മാറുകയാണ്. പിന്നെയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ 3 പാർട്ടീസും വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയാണ്. നേപ്പാളിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞുതരാം. റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യക്കാർ 15,000 നേപ്പാളി ആൾക്കാരിനെ, ഈ യൂത്ത് യങ്ങായിട്ടുള്ള 15,000 ആൾക്കാരിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് യുദ്ധത്തിന്. റഷ്യക്കാർ ആലോചിച്ച് നോക്ക്, ഉക്രൈൻകാർ കൂടിയല്ല, റഷ്യക്കാർ. അതിൽ ഒരുപാട് പേര് മരിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് $4,000 ഓരോ മാസം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ നിന്നും കുറേ ആൾക്കാർ പോയിട്ടുണ്ട് റഷ്യക്കോ ഉക്രൈനിക്കോ എന്തോ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ പൈസയൊക്കെ കൊടുക്കും വരും, കാരണം ജോലിയില്ല. അപ്പോൾ ഇതെങ്കിൽ ഇത് എന്ന് പറഞ്ഞിട്ട് നേപ്പാളിൽ കുറേ ചെറുപ്പക്കാർ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോയി പറഞ്ഞിട്ട് 15,000 പേര് യുദ്ധം ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന് അങ്ങനെ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട്. മൊത്തത്തിൽ അതാണ് നേപ്പാളിൻ്റെ ഒരു ചരിത്രവും സംഭവവും. ഇപ്പോൾ ഒരു രാജഭരണം ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടാണ് ഇത് വന്നത്. ആ മാറ്റാനും കുറേ പ്രക്ഷോഭങ്ങളും കുറേ യുദ്ധങ്ങളും സിവിൽ വാറും അവർ തന്നെ ചെയ്ത് ശീലമുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇതാണ് നേപ്പാളിൻ്റെ കാര്യം. കുറേ പ്രൊപ്പഗൻഡയുണ്ട്, ഒന്നും വിശ്വസിക്കരുത്. കുറേയൊക്കെ ഈ കുറേ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. എല്ലാവിടെയും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലത്, എല്ലാം ഇപ്പോൾ 100% പെർഫെക്റ്റായിട്ട് ഒരു പ്രക്ഷോഭവും ഇല്ല, ഒരു റവല്യൂഷനും ഇല്ല. എല്ലാ എടുത്താലും അതിൻ്റെ ഇടയിൽ അതിനെ മുതലെടുക്കാൻ നോക്കുന്ന കുറേ പേരുണ്ടാവും. ഹിൽട്ടൺ ഹോട്ടൽ കത്തിച്ചത് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ കുറേ സാധനങ്ങൾ ഇതൊക്കെ കാണുന്നല്ലേ. ഇനി നമുക്ക് ചാർലി കർക്കിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. പുള്ളിനെ വെടിവെച്ച് കൊന്ന ആ ഒരു സംഭവത്തിലേക്ക് കിടക്കാം. അമേരിക്കയിൽ അറിയാലോ, എന്ത് നടന്നാലും അവിടെ കുറേ കോൺസ്പിറസീസ് വരും. ഇതിലും കുറേ കോൺസ്പിറസീസ് വന്നിട്ടുണ്ട്. ചിലതൊക്കെ കുറേ എക്സ്ട്രീമാണ്, അതിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കുറേ ലോജിക്കലായിട്ട് കുറേ കോൺസ്പിറസീസ് വന്നിട്ടുണ്ട്. അത് കാരണം ചിലതൊന്നും മാച്ച് ആവുന്നില്ല. ഇവർ പറയുന്ന കാര്യവും ഒരാളെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ടൈലർ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായിനൊക്കെ പിടിച്ചിട്ടുണ്ട്, 22 വയസ്സുള്ള ഒരു ചങ്ങായിനൊക്കെ. പുള്ളി ഒറ്റയ്ക്ക് മറ്റേ 400 ഫീറ്റ് ദൂരത്തിലേക്ക് ഒരു ഒറ്റ ഷോട്ടിൽ ആളിനെ കൊന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കുന്നവരുണ്ടാവും. പക്ഷേ എന്താ പറയുക, ഇതൊക്കെ സിംഗിൾ ഷോട്ടിലൊക്കെ ഈ ഒരു കാര്യം കറക്റ്റ് അത്രയും ഒന്നെങ്കിൽ അത്രയും ലക്കായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഭയങ്കര സ്കിൽഡ് ഗൺമാൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചാർലി കർക്കിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ, പുള്ളി റൈറ്റ് വിങ് ഇൻഫ്ലുവൻസറാണ്. റൈറ്റ് വിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടീൻ്റെ ഒരു മെയിൻ ഒരു സപ്പോർട്ടറാണ്. അതേപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ മെയിൻ ആളാണ്. പുള്ളിക്ക് വേണ്ടി ഒരുപാട് കാര്യം സംസാരിക്കുന്നതാണ്. അത് മനസ്സിലാക്കേണ്ടത് പ്രോ ലൈഫാണ്, അതായത് അബോർഷനൊക്കെ ഒഴിവാക്കണം എന്ന് പറയുന്ന ആളാണ്.
പിന്നെ ഈ ട്രാൻസും മറ്റ് ടീംസിനൊക്കെ എതിരാണ്, ട്രാൻസ് റൈറ്റ്സിനൊക്കെ എതിരാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ നയം എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അതിനെ ഈ കൺസർവേറ്റീവ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും പുള്ളിയുടെയും അതുതന്നെയാണ് പുള്ളി പറയുന്നത്. പക്ഷേ പുള്ളി എന്താ വെച്ചാൽ പുള്ളിയുടെ ഒരു നല്ലൊരു കാര്യം ഞാൻ പണ്ട് തൊട്ടേ പുള്ളിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, പുള്ളിക്ക് സംസാരിക്കാൻ അങ്ങനെ പേടിയൊന്നുമില്ല. പ്രൂവ് മീ റോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടി നടത്തും. അതിലിങ്ങനെ കുറേ കോളേജിൽ പിള്ളേർ വരും, പിള്ളേരിങ്ങനെ വരിവരിയായിട്ട് നിന്നിട്ട് പുള്ളിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ പുള്ളിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുകയും ചെയ്യുക, ഡിബേറ്റ് ചെയ്ത ആൾക്കാരെ തോൽപ്പിക്കാനും പുള്ളിക്ക് അറിയാം. അപ്പോൾ ഇതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി, എനിക്കിഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി. ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, റൈറ്റ് വിങ്ങിലെ ആൾക്കാർ ഇങ്ങനെ കോളേജിൽ പോയി പരിപാടിയൊക്കെ നടത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെ നടത്തിയ യൂട്ടാ എന്ന് പറഞ്ഞിട്ട് യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കോളേജിൽ സെപ്റ്റംബർ 10 നടത്തിയൊരു പരിപാടിയിൽ 31 വയസ്സുള്ളൂ ചങ്ങായിക്ക്. ഞാൻ വിചാരിച്ചു ഒരു 10-40 വയസ്സുണ്ടാവുന്നു, നല്ല പ്രായം പോലെ തോന്നിക്കുന്നുണ്ട്. 31 വയസ്സുള്ളൂ, ഒരു ഭാര്യ 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിനെ വെടിവെച്ച് കൊന്നു. പൊളിറ്റിക്കൽ വയലൻസ്, അതിപ്പോൾ ആരിനെ പൊളിറ്റിക്കൽ വയലൻസ് എത്ര ദുഷ്ടനായാലും എത്ര നല്ല ആളായാലും പൊളിറ്റിക്കൽ വയലൻസ് തന്നെയാണ്. അതായത് ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായം പോലെയല്ല നിൻ്റെ അഭിപ്രായം, എനിക്കിഷ്ടമുള്ളതല്ല നിൻ്റെ ഇഷ്ടം, എൻ്റെ ഐഡിയോളജി അല്ല നിൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് ഫാസിസം. അതാണ് ഫാസിസത്തിൻ്റെ അതാണ് ഫാസിസത്തിലുള്ളത്. അതായത് ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ രണ്ടുപേരും തമ്മിൽ ഉള്ളതാണ് ഒരു മര്യാദയ്ക്കുള്ള സാധനം. അതല്ലാതെ എൻ്റെ അഭിപ്രായം പോലെയല്ല നിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് നിന്നെ വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ എന്താണത്, അതിൽ പിന്നെ എന്താ ഉള്ളത്? ഓക്കെ, കുറേ എന്തൊക്കെയോ ന്യൂസുകൾ വരുന്നുണ്ട്, എന്തൊക്കെയോ അയാളെ തോക്ക് കിട്ടി, ആ തോക്കിൽ ബെല്ലച്ചാവെന്ന് എഴുതിയിരിക്കുന്നു, എന്തോ ഫാസിസം ഗെയിമിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. അങ്ങനെ കുറേ അതൊക്കെ ഫേക്കാണെന്ന് പറയുന്നുണ്ട്, ഉണ്ട് എന്നും പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ കൺഫ്യൂഷൻസൊക്കെ അവിടെ നിൽക്കട്ടെ. 2 രീതിയിലാണ് ഇത് ആദ്യം പോയത്. ലെഫ്റ്റ് വിങ് ഉണ്ടല്ലോ, ലെഫ്റ്റ് വിങ്ങിൻ്റെ ആളാണ് ഈ പയ്യൻ വെടിവെച്ച് കൊന്നത്. അയാൾ വെടിവെച്ച് കഴിഞ്ഞതും ഇയാൾ മരിച്ചു എന്ന് കൺഫേം ആയതും ആദ്യം തന്നെ ആൾക്കാർ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു കാര്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത കാര്യം പറയാം. അതായത് റാഡിക്കൽ ലെഫ്റ്റ് എന്ന് പറയും. അതായത് ഈ ലെഫ്റ്റ് ലിബറൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇയാളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അതായത് ഇപ്പോൾ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇയാൾ ജയിക്കുമെന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുറേ വീഡിയോസ് ഉണ്ട്, ഇയാളിനെ പറഞ്ഞ് തോൽപ്പിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട്, മിടുക്കന്മാരായിട്ടുള്ള പിള്ളേർ അവരുണ്ട്. ഇയാൾ ബാക്കിയുള്ളവരിനൊക്കെ ഇയാൾ തോൽപ്പിക്കുകയും ചെയ്യുക, അങ്ങനെയാണ്. അല്ലാണ്ട് ഇയാളെല്ലാവരുടെയും പോയി ഡിബേറ്റ് ചെയ്ത് ജയിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇയാളിനെ ഊക്കി വിടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്, ഈ റാഡിക്കൽ ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ലിബറൽസ് ഉണ്ട്. അപ്പോൾ അവരാണ് ഇയാളെ വെടിവെച്ച് കൊന്ന്. ഈ ലിബറൽസ് യൂഷ്വലി ഈ ഗൺ വയലൻസിനും മറ്റേനൊക്കെ ആക്ച്വലി എതിരാണ്. അവർ ഗൺസിനെ എതിരാണ്, ഗൺസൊക്കെ റെഗുലേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരാണ്. ഈ അമേരിക്കയിൽ ഈ ഗൺ വയലൻസ് കൂടാനും ഗൺ വയലൻസിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കുറച്ച് ബുക്ക് ഓഫ് റൈറ്റ്സോ അങ്ങനെ ഒരു റൂൾസ് ഓഫ് റൈറ്റ്സോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. ഒരു 10 കുറച്ച് അമെൻമെൻറ്റ്സ് ഉണ്ട് ഇവർക്ക്. അതിൽ സെക്കൻഡ് അമെൻമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു ക്യാരി വെപ്പൺസാണ്. അതിലവർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് നമ്മളെ അറ്റാക്ക് ചെയ്യാനോ, അതായത് പേഴ്സണൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് നമുക്ക് തോക്ക് കൈവശം വയ്ക്കാം എന്നാണ് ഇവരുടെ ആ ഒരു റൂൾസിൽ പറയുന്നത്. സെക്കൻഡ് അമെൻമെൻറ്റ് എന്നാണ് അതിന് പറയുക. ഗൺസ് ക്യാരി ചെയ്യാനുള്ള അവകാശം അത് പല സ്റ്റേറ്റിലും പല രീതിയിലാണ്. ചില സ്റ്റേറ്റുകളിൽ നമുക്ക് ക്യാരി ചെയ്യാനുള്ള അവകാശമുണ്ട്, ചിലയിൽ പോയിട്ട് നമ്മൾ ലൈസൻസ് എടുത്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ലൈസൻസ് ഒക്കെ എടുത്ത് അതിന് നമുക്ക് മെൻ്റൽ ഇൽനെസ് ഒന്നും ഇല്ല, നമുക്ക് വേറെ ആൾക്കാരോടൊന്നും ദേഷ്യമില്ല എന്നൊക്കെ പ്രൂവ് ചെയ്തിട്ട് കിട്ടും ചില സ്ഥലത്ത്. അത് ഈ ലിബറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റേറ്റുകളുണ്ട്. ന്യൂയോർക്ക്, നമ്മുടെ ലോസ് ഏഞ്ചലസ് പോലത്തെ സ്ഥലങ്ങളിൽ, കാലിഫോർണിയ പോലത്തെ സ്ഥലങ്ങൾ, കാലിഫോർണിയ, ന്യൂയോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലിബറൽ സ്റ്റേറ്റുകളാണ്. ആ സ്റ്റേറ്റുകളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സ്ട്രിക്റ്റാണ് ഗൺ ലോസ്. അതേപോലെ ടെക്സസ് പോലത്തെ സ്ഥലങ്ങൾ, അതൊക്കെ കൺസർവേറ്റീവ്സ് ആയിട്ട്
റിപ്പബ്ലിക്കൻ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ മെയിൻ ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൺസൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഗണ്ണ് പിടിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കും, ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഉണ്ടാവും, നിങ്ങളുടെ പേരടിച്ച് നോക്കും, നിങ്ങളുടെ പേരിൽ പണ്ടത്തെ കുറ്റങ്ങളും ഇതൊന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്നാൽ നോക്ക് എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ആളാണ് ചാർലി കിർക്ക്. ചാർലി കിർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാം ആരും ഇപ്പോൾ 100% പെർഫെക്റ്റ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ പുള്ളി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പുള്ളി മെയിൻ ഒരു ഐറണി, അതായത് പുള്ളി ഒരു കാര്യം പറഞ്ഞത്, മരിച്ച ആളിനെ കുറിച്ച് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല എന്ന് പറയും, പക്ഷേ പറഞ്ഞു തന്നെയാണ്. പുള്ളി ഒരു വീഡിയോ ഉണ്ട് പുള്ളി പറയുന്ന അതായത് എല്ലാവരും പറയും ഗൺ ലോസ് സ്ട്രിക്റ്റ് ആക്കണം, ആർക്ക് വേണമെങ്കിലും പോയി ഗണ്ണ് മേടിക്കാൻ പറ്റുന്നുള്ളൊരു അവസ്ഥ, അതിനെ പല റെസ്ട്രിക്ഷൻസ് അതിൽ വെക്കണം എന്ന് പറയും. അപ്പോൾ അതിനെ എതിർക്കുന്ന ആളാണ് ചാർലി കിർക്ക്. എല്ലാവരും ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടി മുഴുവൻ അതിനെ എതിർക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പറയും ഫ്രീ ആയിട്ട് ഗണ്ണ് വേണം, ഗൺസ് എല്ലാവരും ക്യാരി ചെയ്യണം എന്നുള്ള ഇതാണ് അവരുടെ. അപ്പോൾ പുള്ളി പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് അമെൻമെൻറ്റ് നടന്നു പോകാൻ വേണ്ടിയിട്ട് 2-3 പേര് മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതായത് ആൾക്കാർ കുറച്ച് മരിച്ചാലും ഈ ഗൺസ് ക്യാരി ചെയ്യാനുള്ള ഒരു ലോ എപ്പോഴും വേണം. അതിന് വേണ്ടി ഇപ്പോൾ കുറച്ച് പേര് മരിച്ചാലും വലിയ കാര്യമൊന്നുമില്ല എന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതുപോലെ പബ്ലിക് എക്സിക്യൂഷൻ മടക്കി കൊണ്ടുവരണം എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ, അതായത് ഇവരിങ്ങനെ പോഡ്കാസ്റ്റും ഇതൊക്കെ ഇങ്ങനെ ചെയ്യല്ലേ കുറേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പറയും, മനസ്സിലായില്ലേ? അതിനെല്ലാം അങ്ങനെ ഭയങ്കര സീരിയസ് ആക്കി എടുക്കണ്ട. പക്ഷേ ഈ ഗൺ വയലൻസിൻ്റെ കാര്യത്തിൽ പുള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത് തന്നെയാണ്. ഇതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട് മറ്റേവർ. കണ്ടോ ഇയാൾ അത്ര നല്ല ആളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ മിനിസോട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കോൺഗ്രസ് വുമൺ, അതായത് ഒഫീഷ്യലി എലക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും അവരുടെ ഒരു പട്ടിയും 3 പേരിനെയും ഇതുപോലെ ഒരു ഗൺ വയലൻസിൽ കൊന്നതാണ് ഈ വർഷം തന്നെ, കുറച്ച് മാസം മുന്നേ. അത് നടന്നപ്പോഴും ഈ റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാരും ഇതുപോലെയൊക്കെ ഇതിനെ കുറേ കുറ്റം പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു പൊളിറ്റിക്സാണ്. അപ്പോൾ അതിൽ വലിയ സംഭവമൊന്നുമില്ല. ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവർ കുറ്റം പറഞ്ഞതല്ലേ, അപ്പോൾ ഇവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് അവർ ഓപ്പോസിറ്റ് ആൾക്കാർ പറയും. ഇവർ മരിച്ചു കഴിഞ്ഞാൽ അവരും പറയും. അത് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സംഭവമാണ്, കാര്യമില്ല. ഇനി അടുത്ത കാര്യം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പ്രോ ഇസ്രയേലാണ്. ഓൾമോസ്റ്റ് എല്ലാ റിപ്പബ്ലിക്കൻസും റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാരും പ്രോ ഇസ്രയേലാണ്. ഓക്കെ, ഇസ്രയേൽ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇയാളുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, ചാർലി കിർക്ക് ഷോ എന്നാണ് അതിൻ്റെ പേര്. സെപ്റ്റംബർ 9 ഇട്ടൊരു വീഡിയോ ഉണ്ട്. ബെൻ ഷപ്പീറോ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ അതേപോലൊരു റൈറ്റ് വിങ്ങിൻ്റെ ആളാണ്. പക്ഷേ പുള്ളി ഇസ്രയേൽ ഭയങ്കര സിമ്പത്തൈസറാണ്. പുള്ളി ഈ ജൂ ആണ്, ബെൻ ഷപ്പീറോ എന്ന് പറയും. ഈ ബെൻ ഷപ്പീറോ എന്ന് പറഞ്ഞ ആൾ ഇവരൊക്കെ അമേരിക്ക ഫസ്റ്റിൻ്റെ ആൾക്കാരാണ്. പുള്ളിക്ക് അമേരിക്ക ഫസ്റ്റ് അല്ല, ഇസ്രയേൽ ഫസ്റ്റ്, സെക്കൻഡ് അമേരിക്ക, അങ്ങനെയാണ് പുള്ളി ആക്ച്വലി. ശരിയായ ഒരു പ്രോപ്പർ ഒരു സയനിസ്റ്റ് ആളാണ് ബെൻ ഷപ്പീറോ. ഇതേപോലെ തന്നെ ഡിബേറ്റ് ചെയ്യാൻ പോവും, റൈറ്റ് വിങ്ങിൻ്റെ ആളാണ്. കോളേജിൽ പോവും, സംസാരിക്കും, പിള്ളേരിനെയൊക്കെ പറഞ്ഞ് തോൽപ്പിക്കും, കുറേ പേര് ഇയാളെ പറഞ്ഞ് തോൽപ്പിക്കും, അങ്ങനെ. ഇപ്പം അമേരിക്കയിലൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് എല്ലാവരും നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ഗ്രേറ്റ് നോട്ടീസിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു മീമും ട്രോളൊക്കെ പോലെ വരും. അതായത് എല്ലാ പ്രശ്നത്തിൻ്റെയും അത് നമുക്കിങ്ങനെ നമ്മൾ ചുമ്മാ പറയുന്നത് കേൾക്കുമ്പോൾ അതെന്തോ ഇവരിനിങ്ങനെ പറയണമെന്ന് തോന്നും. പക്ഷേ നമ്മൾ എല്ലാ പ്രശ്നത്തും എടുത്തോ, അതിൽ അവസാനം ഒരു ജൂയിഷ് കണക്ഷനോ അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ കണക്ഷൻ ഉണ്ടാവും. ഈ അമേരിക്കയിൽ APAC എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഈ ഇസ്രായേലിൻ്റെ ഫണ്ടിങ് ആണ്. ആർക്ക്? അമേരിക്കൻ പൊളിറ്റീഷ്യന് ലീഗലായിട്ടുള്ള ഫണ്ടിങ് ആണ്. ഈ APACലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഇത് മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് അമേരിക്കയിൽ വെച്ചിട്ട് അമേരിക്കൻ ഫ്ലാഗ് കത്തിക്കായിരുന്നു ഇത്രയും കാലം, ഒരു കേസും കൂട്ടമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ അമേരിക്കയിൽ വെച്ച് ഇസ്രായേൽ ഫ്ലാഗ് കത്തിച്ചാൽ
നിങ്ങൾക്ക് ചിലപ്പോൾ ഡീപ്പോർട്ടേഷൻ വരെ കിട്ടും, നിങ്ങളുടെ നാടിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ വെച്ചിട്ട് ഇന്ത്യൻ ഫ്ലാഗ് കത്തിച്ചാൽ കുഴപ്പമില്ല, വേറൊരു രാജ്യത്തിൻ്റെ ഫ്ലാഗ് കത്തിച്ചാൽ നിങ്ങൾ നാട് കടത്തും പറഞ്ഞാൽ ആ ഒരു മനസ്സിലാവുന്നുണ്ടാ? അതാണ് അവിടുത്തെ കാര്യം. അത് എപാക് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും ഫണ്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എപാക്കിൻ്റെ ഫണ്ടിങ് കിട്ടാത്ത ഒരു ഓൾമോസ്റ്റ് എല്ലാ, അതായത് ഇന്ന റൈറ്റ് വിങ് അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. റൈറ്റ് വിങ്ങിനും കിട്ടിയിട്ടുണ്ട്, ലെഫ്റ്റ് വിങ്ങിനും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതെന്തിനാണ് അവർക്ക് കിട്ടണ്? അവർ ഈ ഇസ്രയേലിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് അമേരിക്കൻ്റെ പോളിസീസും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ തലേ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ, അതിപ്പോൾ തലേ ദിവസം എടുത്തതെന്നായിരിക്കില്ല, 2-3 ദിവസം മുന്നേ എടുത്തതായിരിക്കും. ഈ ബെൻ ഷപ്പീറോൻ്റെ ആ ഒരു വീഡിയോയിൽ പുള്ളി കുറച്ച് കാര്യങ്ങൾ, പുള്ളി പ്രോ ഇസ്രയേലാണ്. പ്രോ ഇസ്രയേലായിരുന്ന ആൾ ചെറുതായിട്ടൊന്നും മതി. ഇപ്പോൾ വേറെയും കുറേ റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാരുണ്ട്. കാൻഡിസ് ഓവൻസ്, ജോ റോഗനൊക്കെ ഡൊണാൾഡ് ട്രംപിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ജോ റോഗനും ലോകത്തെ ഏറ്റവും വലിയ പോഡ്കാസ്റ്റുള്ള ആളാണ്. പുള്ളിയും ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇതെന്താ ഇപ്പോൾ ഇസ്രയേൽ ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടോ അമേരിക്കയിൽ എന്നൊക്കെ പറയാം. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു കോമ്പിലേഷൻ ഉണ്ട്. എല്ലാ ഈ മെയിൻ റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാർ ഇങ്ങനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്, ഇതെന്തിനാണ് ഇസ്രയേലിന് ഇത്രയും പവർ ഇവിടെ, ഇതെന്താ ഇസ്രയേൽ, അമേരിക്കയിൽ എന്താണ് കാര്യം, അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ഇസ്രയേലിനെ ആണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോമ്പിലേഷൻ ഉണ്ട്, ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ പറയുന്നത്, അപ്പോൾ അതിൽ അവസാനത്തെ ആൾ ചാർലി കിർക്കാണ്. ഇപ്പോൾ പുള്ളി ഇതുവരെ ഇസ്രയേലിനെ വിട്ട് പറഞ്ഞിട്ടേ ഇല്ല. പുള്ളി പറയുന്നത്, പുള്ളി ചോദിക്കാൻ ബെൻ ഷപ്പീറോൻ്റെ അടുത്തിട്ടാണ്, ഈസ് മീഡിയ ടോട്ടലി ടെല്ലിങ് ദ ട്രൂത്ത് അബൌട്ട് ഇസ്രയേൽ. നമ്മളെല്ലാത്തിനെയും എതിർക്കും, നമ്മൾ എന്ത് വന്നാലും, കോവിഡ് വാക്സിൻ വന്നാൽ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, നമ്മൾ ഈ ഉക്രൈനിലേക്ക് ഫണ്ടിങ് അയച്ചാൽ അതിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, എല്ലാത്തിനെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ ഈ ഇസ്രയേലിൻ്റെ കാര്യത്തിൽ മാത്രം നമുക്കെന്താ ഒരു പേടി അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, എന്താണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ് ബെൻ ഷപ്പീറോൻ്റെ അടുത്ത്. ബെൻ ഷപ്പീറോ ഇങ്ങനെ കേട്ടിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ എന്ത് വേണം, ചാർലി കിർക്ക് മരിച്ചു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഇതിൻ്റെ പിന്നിൽ ആരുമില്ല. അപ്പോഴേക്കും തുടങ്ങും ഈ റെഡ് പിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ടീംസ് ഉണ്ട്. അവർ ഫുള്ളി ആൻറ്റി ഇസ്രായേലാണ്. അവരൊക്കെ റൈറ്റ് വിങ്, അതാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെയുമാണ്, എന്നാൽ ആൻറ്റി ഇസ്രായേലുമാണ്. പിടി കിട്ടിയില്ലേ? നിക് ഫ്യൂൻഡസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചങ്ങായിൻ്റെ, പുള്ളിയൊക്കെ അപ്പോൾ ഫുൾ ആൻറ്റി ഇസ്രായേലാണ്. അതായത് അമേരിക്കയിൽ യൂത്ത് എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി ഇസ്രായേലാണ്, കുറച്ച് പേര്, മെജോറിറ്റി ആൾക്കാർ ആൻറ്റി ഇസ്രായേലാണ്. എന്നാൽ പ്രോ പാലസ്തീൻ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോ പാലസ്തീൻ കൈൻഡ് ഓഫ് ആണ്. എന്നാൽ അങ്ങനെ മറ്റേ പാലസ്തീനിലെ ആൾക്കാരിനെയൊക്കെ ഇതാക്കണം എന്നൊന്നുമില്ല. അവരൊക്കെ ഈ ആൻറ്റി ഇസ്രായേൽ ആവാനുള്ള കാരണം ഇതാണ്. ഇപ്പം കണ്ട ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇയാൾ പെട്ടെന്ന് മാറിയപ്പോൾ ഒരു ദിവസം 2-3 ദിവസം കഴിയുമ്പോൾ ആളെ തീർത്തു. കാരണം അതാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വഴിയിൽ ഇത് വരും. നെതന്യാഹു സ്റ്റേറ്റ്മെൻ്റൊക്കെ ഉണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, അതിന് മുന്നേ ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്, ഇസ്രായേലല്ല ചാർലി കിർക്കിൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറയുന്നൊക്കെ ഉണ്ട്. ഒരു പ്ലെയിന്, അടുത്ത ഫസ്റ്റ് കോൺസ്പിറസിയാണ്, ഒരു പ്ലെയിന് ഈ യൂട്ടാ വാലി കോളേജിൽ നിന്ന് 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 15 മിനിറ്റ് ഒരു ഡിസ്റ്റൻസിൽ ഈ വെടിവെച്ച് കഴിഞ്ഞ് ഒരു 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ, ഒരു 45 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു പ്ലെയിന് പറന്ന് പൊങ്ങി. പ്രൈവറ്റ് ജെറ്റാണ് കേട്ടോ. പ്രൈവറ്റ് ജെറ്റ് പറന്ന് പൊങ്ങിയിട്ട് ഈ ഫ്ലൈറ്റ്സൊക്കെ ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഫ്ലൈറ്റ് 24 അങ്ങനെ എന്തോ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, ആ വെബ്സൈറ്റിൽ നമുക്ക് ഏത് ഫ്ലൈറ്റ് എവിടെ നിന്ന് പോകുന്നതും നമുക്ക് കാണാൻ പറ്റും. അവരിൻ്റെ ട്രാക്ക് ചെയ്യുന്ന ഒരു സാധനം ഓഫാക്കി നമുക്ക് കാണാൻ പറ്റില്ല. പറന്ന് പൊങ്ങി കുറച്ച് സമയത്ത് 15 മിനിറ്റ് പറന്ന് പൊങ്ങിയതിന് ശേഷം അവരത് ഓഫാക്കി. അതായത് ട്രാക്കർ ഓഫാക്കി. ഇതെല്ലാവർക്കും കാണുന്നത് പബ്ലിക് ഡാറ്റയാണ്. പിന്നെ അത് ഫ്ലൈറ്റ് കാണാനില്ല. പ്ലെയിന് പിന്നെ നേരെ വന്ന് ഇറങ്ങിയത് പേജ് മുനിസിപ്പൽ എയർപോർട്ട് എന്നുകൊണ്ട് ചെറിയൊരു എയർപോർട്ടിലാണ്. ആ എയർപോർട്ടിന് എന്താ പ്രത്യേകത അറിയോ? വാച്ച് ടവർ ഇല്ല.
കൺട്രോൾ ടവർ ഇല്ല ആ എയർപോർട്ടിൽ. അതൊരു ചെറിയ എയർപോർട്ടാണ്, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു പ്ലെയിന് ഈ വെടിവെച്ച് കഴിഞ്ഞു 1 മണിക്കൂറിനുള്ളിൽ പ്ലെയിന് പറന്നു. പ്ലെയിന് പറന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞു ട്രാക്കർ ഓഫാക്കി. പോയി ഇറങ്ങിയ സ്ഥലമാണെങ്കിൽ വാച്ച് ടവറും ഇല്ല, കൺട്രോൾ ടവറും ഇല്ല, ഒരു ടവറും ഇല്ല. മനസ്സിലായ? അപ്പോൾ ഒരു പ്രൊഫഷണലാണ് ഇത് ചെയ്തതെങ്കിൽ ആ പ്ലെയിനിൽ അയാളുണ്ടാവും. സിമ്പിൾ. വേറൊരു സംഭവം, ഇയാളുടെ ബാക്കിൽ നിന്നൊരു ഇയാളുടെ സെക്യൂരിറ്റി ഓഫീസർ ഉണ്ട്. അയാൾ ഈ സിഗ്നൽസ് ഉണ്ടല്ലോ, ഈ നമ്മൾ ഈ മിലിറ്ററി സിനിമയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ കുറേ സിഗ്നൽസ്, ഇങ്ങനെ തൊപ്പി ഇങ്ങനെ പൊക്കുന്ന സിഗ്നൽസ് ഇങ്ങനെയൊക്കെ കുറേ കാണിക്കില്ലേ, അതുപോലത്തെ ഒരു സിഗ്നൽ ഇങ്ങനെ തൊപ്പി ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ഒരു ഹാൻഡ് ജസ്റ്റർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ആ വെടി വെക്കുന്നത്. അപ്പോൾ അതൊരു സിഗ്നലായിരിക്കാം എന്ന് പറയുന്ന കുറേ വീഡിയോസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഡാർക്കായിട്ടുള്ള കാര്യം, ആമസോണിൻ്റെ ഒരു ബുക്ക് അനസ്തേഷ്യ ജെ ദ കേസി എന്ന് പറഞ്ഞിട്ട് ഒരു ആളെഴുതിയ ബുക്ക്, ചാർലി ഗോട്ട ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് സെപ്റ്റംബർ 9 ആമസോണിലെ ബുക്ക് മറ്റേ കിൻഡലിൻ്റെ സാധനം ഉണ്ടല്ലോ, കിൻഡലിൽ പറഞ്ഞ സാധനത്തിൽ വായിക്കാൻ പറ്റും, നമ്മളിതുപോലത്തെ ഇതിൽ വായിക്കാൻ പറ്റും, അങ്ങനത്തെ ബുക്കാണ്. അല്ല ലിറ്ററൽ ബുക്കാണോ എന്നറിയില്ല, ബുക്ക് എന്നാണ് ഇവർ പറയുന്നത്. അത് 9 ആ ബുക്ക് ആമസോണിൽ കയറിയിട്ടുണ്ട്. ആമസോണിൻ്റെ അവർ മെറ്റാഡാറ്റ എടുത്ത് നോക്കിയപ്പോൾ ആ ബുക്ക് ആദ്യം പബ്ലിഷ് ചെയ്തത് 9 10 ഇയാൾക്ക് വെടികൊണ്ടത്. ഈ അനസ്തേഷ്യ ഈ ബുക്ക് എഴുതിയ ഓത്തർ ആരാന്ന് നോക്കുമ്പോൾ ഇതിന് മുന്നേ അങ്ങനെ വേറെ ബുക്കൊന്നും എഴുതിയിട്ടുമില്ല. ഇതെന്തോ ഒരു ഫേക്ക് നെയിമിൽ വന്ന എന്തോ ഒരു ബുക്കാണ്. വേറൊരു കാര്യമുള്ളത്, ആമസോണിലൊരു ബുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 26 to 48 മണിക്കൂർ എടുക്കും ആ ബുക്കൊന്ന് അപ്രൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാലേ ബുക്ക് പബ്ലിഷ് ആവുള്ളൂ. അപ്പോൾ 9 ഈ ബുക്ക് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇത് എപ്പോൾ വന്ന ബുക്കാണ്? ഇതാണ് അമേരിക്കയിൽ നമുക്ക് കള്ളത്തരം ചെയ്യാൻ എനിക്ക് ഭയങ്കര പണിയാണ്. നമ്മുടെ അവിടെയൊക്കെ ഒരു വലിയൊരു സംഭവം നടന്നു, ഒരാൾ മരിച്ചു. അപ്പോൾ നമ്മൾ വന്ന് പറയണം, ഇയാളെ മരിച്ചത് ഇവരല്ല, അത് വേറെ മറ്റേ ഡീപ്പ് സ്റ്റേറ്റാണ് പറഞ്ഞാൽ നമുക്ക് അവനെ പ്രാന്താണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വീഡിയോ തന്നെ റിമൂവ് ചെയ്താലേ റിമൂവ് ആവും. പക്ഷേ അതാണ് അമേരിക്കയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേ തവണ ഇങ്ങനെ കണ്ടിട്ടേ അത് ജോൺ എഫ് കെന്നഡിൻ്റെ മരണം തൊട്ട് പ്രസിഡൻറ്റിനെ കൊന്ന ആൾ തൊട്ട് ലിയോസ്വേൾഡോ ഹാർവി ലിയോസ്വേൾഡോ അങ്ങനെ എന്തോ ഒരു ആളാണ് കൊന്നതെന്നാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും അയാളെ കിട്ടിയില്ല. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച ആ ഒരു പയ്യൻ, അവൻ ഒറ്റയ്ക്ക് ഇത് ചെയ്തു എന്നാണ് പറയുന്നത്. അത് പിന്നെ വെടി കൊണ്ടില്ല. കണ്ട, അതാണ് ഒരു പ്രൊഫഷണലും ഒരു അമേച്ചറും നമ്മൾ വ്യത്യാസം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ചത് ഒരു അമേച്ചറാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. കാരണം ഇത്ര ദൂരത്ത്, കാരണം ഇതൊക്കെ ഒരു പേടിയല്ലേ. നിങ്ങൾ ആവശ്യം നോക്കും, ഒരാളെ വെടിവെക്കണം, അത് പ്രസിഡൻറ്റിൻ്റെ ഇതിൽ വെടിവെക്കണം പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഇത്രയും സെക്യൂരിറ്റി ഡീറ്റെയിലിൻ്റെ ഇടയിൽ ഒരു റൂഫിൻ്റെ മുകളിൽ ഒരുത്തം വന്ന് അവിടെ വന്ന് ഇരിക്കുന്നത് ആരും കണ്ടില്ല പറഞ്ഞാൽ അത് വേറൊരു കോൺസ്പിറസി. ഒറ്റയ്ക്ക് ഒരുത്തൻ ചെയ്തു എന്നൊക്കെ, ഇതും ഒറ്റയ്ക്ക് ചെയ്തു, അത് ഒറ്റ ഷോട്ടിൽ ആളെ തീർത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി പ്രശ്നമാണ്. പ്രൊഫഷണൽസാണ് അങ്ങനെ ചെയ്യുക. അതുപോലെ ഈ ബുക്കിൻ്റെ കാര്യം, എന്നിട്ട് ആമസോൺ ഇപ്പോൾ ആ ബുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ദ ടെക്നിക്കൽ എറർ എന്നൊക്കെയാണ് പറയുന്നത്. ടെക്നിക്കൽ, ഇതെപ്പോഴും എല്ലാത്തിനും എന്ത് പറഞ്ഞാലും ടെക്നിക്കൽ എറർ. CCTV കാണാനല്ല ടെക്നിക്കൽ, എല്ലാം ടെക്നിക്കൽ എറർ. പിന്നെ ഒന്നും ആർക്കും ഒന്നും ചോദിക്കാനില്ലല്ലോ. അപ്പോൾ അതാണ് സംഭവം. ഇത്രയും കോൺസ്പിറസി. ഇനിയും കോൺസ്പിറസീസ് ഉണ്ട്. എന്തോ റിങ്, അതെന്തൊക്കെയോ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതൊക്കെ ഉള്ളതാണെന്നോ. റിങ്, ഇയാളുടെ ഒരു വീഡിയോ തന്നെ ഇവിടെ കൊടുക്കുക. വെടിവെച്ച് കഴിഞ്ഞത് ഇയാളുടെ റിങ് ഈ ഫിംഗറിലായിരുന്നു, പെട്ടെന്ന് അത് ഈ ഫിംഗറിലേക്ക് മാറി. അതൊക്കെ ഇനി വല്ല എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ എന്തോ അങ്ങനെ കുറേ കോൺസ്പിറസീസ് ഒക്കെ ഉണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. വിശ്വാസം എനിക്കത്ര ഇല്ല.
ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. അതാണ്. പിന്നെ ഇവരുടെ ഞാൻ അത് കാര്യം പറയാൻ വിട്ടു. അപ്പം ലെഫ്റ്റ് റാഡിക്കൽ ലെഫ്റ്റിലുള്ള ആൾക്കാരാണ് ഇവനെ കൊന്നതെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പം ഈ ചങ്ങായി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ഒരു രജിസ്റ്റേർഡ് റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള 2 അച്ഛനും അമ്മേൻ്റെയും മകനാണ്. ഓക്കെ, ഇവൻ്റെ കുറേ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ കുറേ തോക്കും പിടിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. അതായത് റിപ്പബ്ലിക്കൻസിൻ്റെ മകനാണ്, രജിസ്റ്റേർഡ് റിപ്പബ്ലിക്കൻസ് ആയിട്ടുള്ള റൈറ്റ് വിങ്ങിൻ്റെ ഒരു ഫാമിലിയിൽ നിന്നാണ് ഇവൻ വരുന്നത്. അപ്പോൾ പിന്നെ ഇവൻ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇതിപ്പോൾ ഒരു ബ്രൗൺ സ്കിന്നുള്ള ആളോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കിന്നുള്ള ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമോ ആരെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ ഒരു കലാപം നടന്നിട്ടുണ്ടാവും എവിടെ, അമേരിക്കയിൽ. കാരണം ഇവർക്കൊക്കെ എതിരെ പറയുന്ന ആളാണ്. ഈ ബ്ലാക്സിനെതിരെ കുറേ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലാക്സ് വയലൻസ് അവരുടെ വയലൻസ് റേറ്റ് ഭയങ്കര കൂടുതൽ തന്നെയാണ്. പക്ഷേ അതൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് പറയും, അവരിനൊക്കെ കൺട്രോൾ ചെയ്യണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയണം. അപ്പോൾ ഒരു റേസിസ്റ്റ് ആയിട്ടുള്ള ആളെന്നൊക്കെ എല്ലാവരും പറയുന്ന ആളാണ് ചാർലി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഒരാൾ വെച്ച് നോക്കും, ഒരു ബ്ലാക്ക് പേഴ്സണാണ് ഇയാൾ വെടിവെച്ചെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു കലാപം നടന്നിട്ടുണ്ടാവും. അതാണ് ചാർലി കേൾക്കേണ്ട കാര്യം. ഒരാൾ മരിച്ചു, അതാണ് ഈ ഹെയ്റ്റിൽ, ഈ ഓൺലൈനിൽ അത് ഇയാളും അതിൻ്റെ ഒരു കാരണക്കാരനാണ്. അതായത് നമ്മളിങ്ങനെ ഈ ഹെയ്റ്റ് ഇപ്പം കാണാം. ഇപ്പം മരിച്ചതിൻ്റെ എന്തുകൊണ്ടാണ് ചാർലിനെ കൊന്നു എന്ന് പറയുമ്പോൾ അത് ഇയാളുടെ വ്യൂസിനെതിരെ ഇഷ്ടപ്പെടാണ്ട് കൊന്നു എന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ ഈ ഹെയ്റ്റല്ലേ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്നത്. നിങ്ങളുടെയൊക്കെ അൽഗോരിതം എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്. അതിൽ ഒരു അക്കൗണ്ടിൽ ഫുള്ളി പൊളിറ്റിക്കൽ സാധനം മാത്രമാണ്. കാരണം ഞാൻ അതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, അത് ലൈക്ക് ചെയ്യുമ്പോൾ അത് മാത്രമേ വരുന്നുള്ളൂ. അതിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രാന്താവും. എന്തരപ്പോൾ ഇങ്ങനെ തോന്നും. കാരണം ഫുള്ള് മറ്റേത് മറിച്ചത്, ആ കൊല്ല ഈ കൊല്ല, അവനിങ്ങനെ ഇവരിങ്ങനെ, മറ്റേ ഹിറ്റ്ലർ നല്ല ആളാണ്, മറ്റേത് എന്നൊക്കെ പറഞ്ഞ് ഒരു ലോഡ് സാധനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് പ്രാന്താവും. അങ്ങനെ ബ്രെയിൻ വാഷ് ആയിട്ടാണ് അവൻ ചെയ്തതെന്നൊക്കെയാണ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതും അറിയില്ല എന്താണാവോ. പിടിച്ചിട്ടുണ്ട് 33 മണിക്കൂറിൽ ആളെ പിടിച്ചിട്ടുണ്ട്. ടൈലർ റോബിൻസണോ അങ്ങനെ എന്തോണ് പേര്. ഓക്കെ, ചെറിയ പയ്യൻ കൊള്ളാണെന്തോ. ശരി, ഇനി അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മുടെ മെയിൻ ന്യൂസ്, നമ്മുടെ ഇസ്രയേലും ഖത്തറും സെപ്റ്റംബർ 9 ഒരു എയർ സ്ട്രൈക്ക് വന്ന് വീഴാണ് ഖത്തറിലൊരു റെസിഡൻഷ്യൽ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൽ. നോക്കുമ്പോൾ ഹമാസിൻ്റെ അൽ ഹയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നേതാവുണ്ട്, ഖലീൽ അൽ ഹയ്യ എന്നാണ് ഫുൾ പേര്. അയാളുടെ ഒരു നേതാവുണ്ട്. ഹമാസിന് ഒരു പൊളിറ്റിക്കൽ ഒരു വിങ്ങും കൂടിയുണ്ട്. അതിൻ്റെ ആൾക്കാരാണ് ഇവർ. ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ട ടീംസാണ്, അല്ലാണ്ട് മറ്റേ തോക്ക് പിടിച്ച ആൾക്കാരല്ല. അപ്പോൾ ഇത് ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുക, എനിക്കും ആദ്യം ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, എന്താ ഇവർ ഹമാസുകാരൊക്കെ ഖത്തറിൽ വന്നിരിക്കുന്നത്, ദോഹയിൽ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നി. ഹമാസ് തീവ്രവാദികളല്ലേ. അപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നോക്കുമ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. ഈ ഖത്തർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്റ്റേറ്റ് അല്ല, സാധാരണ ഒരു രാജ്യമല്ല. അവർ ന്യൂട്രൽ കൺട്രീസ് എന്ന് പറയും. ന്യൂട്രൽ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമാധാന ചർച്ചകളൊക്കെ നടത്തില്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ജനീവ കൺവെൻഷൻ എന്നൊക്കെ പറയില്ലേ. അതായത് ആ ഒരു സ്ഥലത്ത് നടന്ന ഒരു ചർച്ചയിൽ കുറേ രാജ്യക്കാർ കൂടി വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലം. അതായത് അതിൽ ആരുടെയും കൂടെയല്ല, ആരും സപ്പോർട്ടും ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു സംഭവമില്ലേ. അങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റേറ്റാണ് ഈ ഖത്തർ. അപ്പോൾ ഈ ഖത്തറിലാണ് ഈ താലിബാൻ്റെ ആൾക്കാരില്ലേ, അമേരിക്ക മറ്റേ താലിബാനുമായിട്ട് ഇഷ്യൂലൊക്കെ ഉള്ളപ്പോൾ ഈ അമേരിക്കക്കാർ താലിബാനുമായിട്ട് ചർച്ച ചെയ്യാൻ വന്ന സ്ഥലവും ദോഹയാണ്. അങ്ങനെ കുറേ ചരിത്രമുണ്ട്. അപ്പോൾ 2012 നമ്മുടെ സിറിയയിൽ ആസാദിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഹമാസിൻ്റെ ആൾക്കാർ, ഈ പൊളിറ്റിക്കൽ വിങ്ങിലുള്ള ആൾക്കാർ അതുവരെ സിറിയയിലായിരുന്നു. സിറിയയിൽ നിന്ന് അവർ നേരെ ദോഹയിലേക്ക് വന്നതാണ്. 250 ഒക്ടോബർ 7 250 ഹോസ്റ്റേജസ് ഉണ്ടായിരുന്നു.
ഇപ്പം 48 പേരായി. ബാക്കിയുള്ളവരിനൊക്കെ പറഞ്ഞയച്ചു ഹമാസാർ തന്നെ. ഇനി 48 പേരും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഈ ഹോസ്റ്റേജസിന് വിട്ട് തന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ബോംബിങ് വേണമെങ്കിൽ നിർത്താം. ഇസ്രായേലിന് നിർത്തുമൊന്നുമില്ല, എന്നാലും വേണമെങ്കിൽ നിർത്താം. പിന്നെ പറയാനൊന്നുമില്ല. വെറുതെ ബോംബിട്ടിട്ട് എന്തിനാ ബോംബിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഞങ്ങളുടെ ഹോസ്റ്റേഴ്സിന് തടാ, നിങ്ങളെന്തിനാണ് പിടിച്ചു വെച്ചിരിക്കണമെന്ന് ഇസ്രായേലിൽ ഇപ്പോൾ പറയാൻ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ഹോസ്റ്റേഴ്സിനൊക്കെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പോയിൻറ്റും ഇല്ല. ഹമാസിന് എന്താണ് അവരുടെ അവസാനത്തെ ഒരു സംഭവം എന്താണ്, ഇവർ ഫുള്ള് ബോംബ് ഓൾറെഡി ഇടുന്നുണ്ട്. പക്ഷെ എന്നാലും ഹമാസിൻ്റെ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 48 പേരാണ്. അതായത് അവരുടെ അവസാനത്തെ ലാസ്റ്റ് റിസോർട്ടാണിത്. അവർ അന്ന് പോയി ഇസ്രായേലിൽ പോയി പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് ഈ 48 പേര്. അപ്പോൾ ഈ 48 പേരിനെയും ഇനി വിട്ടുകൊടുക്കാനും ഉണ്ട്. അപ്പോൾ ഹമാസിന് വിട്ടുകൊടുക്കണമെങ്കിൽ അവർ പറയണ കുറേ അവർക്ക് മറ്റേത് ഞങ്ങളെ ബോംബിടാൻ പാടില്ല, അങ്ങനെ കുറേ അവരുടെ ഡിമാൻഡ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒരു സ്ഥലം വേണ്ടേ? ആ സ്ഥലമാണ് ഖത്തർ. അപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി, ഒരു ദിവസം മുന്നേ, ഈ ഖത്തറിലെ എമിറും പ്രൈം മിനിസ്റ്ററും കൂടെ ചേർന്നിട്ട് ഈ ഹമാസുകാരനെ കണ്ടിട്ടുണ്ട്, ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞത് ഫ്രൈഡേ വരെ ഒരു ഡെഡ് ലൈന് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഫ്രൈഡേൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡൊണാൾഡ് ട്രംപും കൂടെ ഇടപെട്ടിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപും ഖത്തർ ഇപ്പോൾ ഭയങ്കര ദോസ്താണ്. പുള്ളിക്ക് വലിയൊരു ഫ്ലൈറ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, 400 മില്യൻ്റെയോ എന്തോ വലിയൊരു സാധനം, ഒരു ഫ്ലൈറ്റൊക്കെ കൊടുത്ത് പുള്ളിനെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. $1 ട്രില്യൺ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ ഖത്തറിൻ്റെ ആൾക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഹാപ്പിയായി, തിരിച്ചുപോയി. ഡൊണാൾഡ് ട്രംപിന് എന്ത് വേണം? ഇപ്പോൾ നോബൽ പ്രൈസ് കിട്ടണം പീസിന്. അപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഫാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഹോസ്റ്റേഴ്സ് എത്തിക്കണമെങ്കിലൊക്കെ ഇസ്രായേലുകാർ വന്ന് പറയുന്നതൊക്കെ ഈ ഖത്തറിൻ്റെ ആൾക്കാരുടെ അടുത്ത് തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നത്തിനെ നോക്കി കാണേണ്ടത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഹമാസിൻ്റെ ആൾക്കാർ ഖത്തറിലുള്ളവർ അത്ര നല്ല ആൾക്കാരൊന്നുമല്ല. ഒരു വീഡിയോ ഒക്കെ ഉണ്ട്, ഒക്ടോബർ 7 അവരിങ്ങനെ ഹമാസ് ആൾക്കാർ ഇങ്ങനെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതും അത് കണ്ടിട്ട് ഇവർ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. പൊട്ടന്മാർ അതിനും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അവർക്ക് അത് എന്ത് ആൾക്കാരാണ് അത് അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങളൊന്നും ഇതിലൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? എവിടെ വരുന്നത്? അപ്പോൾ അവർ സന്തോഷിച്ചു, അതിനുള്ള പണിയാണ് അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡോൺ കിൽ ദ മെസ്സഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു എന്താണ്, അങ്ങനെ റൂളില്ല. പക്ഷെ എന്നാലും ഒരു സംഭവം ഉണ്ട്. ഇപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഞാനത് ആദ്യം ന്യൂസ് കേട്ടപ്പോൾ ആലോചിച്ച കാര്യമാണ്. നിങ്ങളത് ആലോചിച്ച് നോക്കും. ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ ഒരു പ്രശ്നത്തിലാണെന്ന് വെച്ചു. ഈ അവിടെയും കൂടെ തീവ്രവാദികളുണ്ടല്ലോ, ഐസിസോ മറ്റേ ലഷ്കറി എന്തോ സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവരും തമ്മിൽ നമ്മുടെ മിലിറ്ററിയും നമ്മുടെ ആൾക്കാരെ കുറിച്ച് പിടിച്ചിട്ട് പോയി, അല്ലെങ്കിൽ നമ്മുടെ അവിടെ എന്തെങ്കിലും അവർ പ്രശ്നത്തിൽ വന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് ഒരു ചർച്ചയ്ക്ക് പോവുകയാണ്, എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് അവരും വരില്ല, അവരുടെ നാട്ടിലേക്ക് നമ്മളും പോവില്ല. ഓക്കെയാണേ. ഒരു മ്യൂച്വൽ ഒരു പ്ലേസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. UK എന്ന് വെച്ചോ. UK ഇപ്പോൾ കുറേ പാകിസ്ഥാനികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ UK ചർച്ച എന്ന് വെച്ചോ. UK ഗവൺമെൻറ് അറിഞ്ഞിട്ട് ഒരു ചർച്ച വയ്ക്കുകയാണ്, ഒരു ബിൽഡിങ്ങിൽ ചർച്ച വയ്ക്കുകയാണ്. UK ഒരു റെസിഡൻഷ്യൽ ഒരു ഏരിയയിലാണ് ആ ബിൽഡിംഗ് ഉള്ളത്. ചർച്ച വെച്ചിട്ട് നമ്മൾ ഇന്ത്യക്കാർ ഒരു ബോംബ് അങ്ങോട്ട് ഇട്ടു വിചാരിക്കുക, ഹൈപ്പത്തറ്റിക്കലാണ്. അതിൽ കുറച്ച് UK ആൾക്കാർ കുറച്ച് പരിക്കും പറ്റി, ഒരു UK ആൾ മരിക്കുകയും ചെയ്തു വിചാരിക്കുക.
പിന്നെ കുറച്ച് തീവ്രവാദികളും മരിച്ചു. എന്തായിരിക്കും ഒരു ലോകത്തിൻ്റെ ഒരു റിയാക്ഷൻ? സമ്മതിക്കുമോ അത്? ആദ്യം എതിർക്കാൻ വരിക ആരാ? അമേരിക്കയും മറ്റേ UK-യും. ഞങ്ങളുടെ നേറ്റോയിൽ ഇവർ വന്ന് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നേറ്റോൻ്റെ ആൾക്കാർ മുഴുവൻ പടകെട്ടി വരും. നമ്മൾ കൊന്നതായിരുന്നായിരിക്കും, തീവ്രവാദികളിലായിരിക്കും. പക്ഷേ കണ്ട, അതാണ് ഇത് പ്രിവിലേജ് ഓഫ് ഇസ്രയേലിൻ്റെ അമേരിക്കയാണ്. ഇവർക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിൽ ചെയ്യാം. ഇവർക്ക് ആറ്റം ബോംബ് ഇടുക, ജപ്പാനെ കൊണ്ട് ആറ്റം ബോംബ് ഇടുക. ഇവർക്ക് ഈ സോവറിറ്റി ഉള്ള ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ഈ നെഗോഷിയേഷൻ നടക്കുന്ന രാജ്യത്ത് പോയിട്ട് ബോംബിടുക. ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഇവർക്ക് എന്തുവേണമെങ്കിലും ചെയ്യുക. ഇത് നമ്മൾ ചെയ്യട്ടെ, സമ്മതിക്കുമോ? അതാണ് ഇവന്മാരുടെ ഒരു തോന്നിവാസം. ഇതാണ് എനിക്ക് പിടിക്കാത്ത കാര്യം. ഇവർ ഭയങ്കര സ്പെഷ്യൽ ആൾക്കാർ. നമുക്കെന്താ ബോംബിടുന്നില്ലേ? നമ്മളെന്തുകൊണ്ട് ബോംബിടുന്നില്ല? നമ്മളെ സമ്മതിക്കാത്തതുകൊണ്ട്. ഇതാണ് പരിപാടി. നമുക്ക് അപ്പോഴേക്കും പ്രഷർ, ട്രംപിൻ്റെ പ്രഷർ, മറ്റോമാൻ്റെ പ്രഷറൊക്കെ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊന്നും പറ്റില്ല. പാകിസ്ഥാനിൽ ഒരുപാട് ബോംബിടാൻ പറ്റില്ല, അത് ഞങ്ങളുടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ കണ്ടുവരും. ഇതാണ് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരു കിഡിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. എൻ്റെ പൊന്നോ, ഞാൻ കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഖത്തറിലെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇൻ്റർവ്യൂ ആണ്. പുള്ളി തന്നെയാണ് ഫോറിൻ മിനിസ്റ്റർ എന്ന് തോന്നുന്നു. അബ്ദുൾ റഹ്മാൻ ജസീം അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. ഇത് വലിയ പേര്, അതിൽ ഏത് പേരെടുക്കണമെന്ന് എനിക്കറിയില്ല. പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് ആളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യമില്ല, ഈ ഹമാസുകാർക്ക് എന്താ അവിടെ കാര്യം എന്ന്. മൊസാഡും CIA-യും അമേരിക്കയും ഇസ്രയേലും എല്ലാവരും സമ്മതിച്ച് എല്ലാവരുടെയും അനുവാദം വാങ്ങിച്ചിട്ടാണ് ഹമാസുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി ചാലഞ്ച് ചെയ്യാണ്. അങ്ങനെ അല്ല എന്ന് അവർ പറയട്ടെ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. നമ്മൾ ഇത്ര കാലം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് ഇവരൊക്കെ ചർച്ച ചെയ്തും ഇവരൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഇവരൊക്കെ എത്തിയിരുന്നത് നമുക്ക് ഒരു ഇൻഡയറക്റ്റായിട്ട് അറിയാം. പക്ഷേ ഇത് പുള്ളി വന്ന് ഡയറക്റ്റ് പറയാണ്, ചാലഞ്ച് ചെയ്യാണ്. അത് ഇത്തിരി സീരിയസ് ആണ്. പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതായത് നെതന്യാഹുവിന് ഇല്ല ഈ ഹോസ്റ്റേജസിന് തിരിച്ചു വേണമെന്നില്ല. ബുദ്ധിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഈ യുദ്ധം ഈ ഹോസ്റ്റേജസിന് തിരിച്ച് കിട്ടണം എന്നുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ഞാനാണ് നെതന്യാഹു എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ഹോസ്റ്റേഴ്സിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇനി ബോംബൊന്നും ഇടില്ല, ഹമാസുകാരനൊന്നും ഇനി ഞങ്ങളൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് ആ 48 പേരിനെ ഇങ്ങോട്ട് താന്ന് പറയും. എന്നിട്ട് 48 പേരിന് തന്നിട്ട് വേണമെങ്കിൽ ബോംബിട്ടോ. എടാ എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ? ആര് നിങ്ങളെ ചോദിക്കുന്നത്? നിങ്ങൾ ഹമാസുകാരനെ കൊന്നോ? ആരും ചോദിക്കുന്നില്ല. നിങ്ങളെന്തോ ചെയ്തോ? ആ ഹോസ്റ്റേഴ്സിനെ ആദ്യം കൊണ്ടുപോകുന്നത് സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം നാട്ടിലെ ആൾക്കാരല്ലേ, അങ്ങനെയല്ലേ ഇത് ചെയ്യുക? ഈ 48 പേരിനെ വിട്ടു കൊടുക്കണമെന്ന് ഹമാസിനും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ അവർ ലാസ്റ്റ് റിസോർട്ടാണ്. അവരത് മാക്സിമം ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. കുറേ ഡിമാൻഡ്സ്, ഇല്ലാത്ത ഡിമാൻഡ്സൊക്കെ അവർ വെക്കും. അതിനാണ് ഈ നെഗോഷിയേഷൻ്റെ ട്രംപൊക്കെ ഇടപെട്ടിട്ടുള്ള നെഗോഷിയേഷൻ അത്ര സ്ട്രോങ് ആയിട്ട് നടക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് സീസ് ഫയർ അനൗൺസ് ചെയ്ത് ഹോസ്റ്റേഴ്സിന് വിട്ടു കൊടുക്കാനാണ്. അപ്പോൾ എന്ത് വേണം? നൈസായിട്ട് നിന്നിട്ട് ഹോസ്റ്റേഴ്സിനെ മേടിച്ചിട്ട് പിന്നെ അറ്റാക്ക്. അങ്ങനെയല്ലേ ഒരു ഹോസ്റ്റേഴ്സിന് വേണമെന്നുള്ളവർ ചെയ്യുക? ഒരു കോമൺ ലോജിക്കല്ലേ അത്? അതാണ് പുള്ളിക്കില്ലാത്തതെന്നാണ് ഈ ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ പറയുന്നത്. അതായത് താലിബാൻകാർ ഇവിടെ ഉള്ളപ്പോൾ കൂടെ അമേരിക്കക്കാർ അവരെ തൊട്ടിട്ടില്ല. അമേരിക്കൻ്റെ അത്രയും വലിയ മിലിറ്ററി ബേസാണ് ഖത്തറിലുള്ളത്. എന്നിട്ടും താലിബാൻകാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. മനസ്സിലായ? അതാണ് ആ ഒരു വ്യത്യാസമാണ് പുള്ളി കമ്പയർ ചെയ്യുന്നത് അമേരിക്കയുമായിട്ട്. അതായത് പുള്ളിയുടെ ആ ഇൻ്റർവ്യൂ CNN കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ട്രംപിനെ CNN പൊക്കൊന്നുമില്ല. പക്ഷെ എന്നാലും പുള്ളി ഐസാക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിനെ. ട്രംപ്
സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നെതന്യാഹു എന്താ കാണിക്കുന്ന അറിയില്ല. ഇയാൾക്ക് ഭ്രാന്താണ്, ഇയാൾ നാർസിസിസ്റ്റാണ്, ഇയാൾ ഫുള്ള് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇയാൾ എന്ത് കാണിക്കുന്നത്, ഞങ്ങളിവിടെ ഈ ഇതിന് ഒരു തീരുമാനമാക്കാൻ നിൽക്കുമ്പോൾ അപ്പം കൊണ്ട് ബോംബിട്ടിരിക്കുക, ഇനി ഇത് തീരുമാനമാകുമോ, ഇനി ഇതെന്താ കാണിക്കണമെന്നൊക്കെയാണ് പുള്ളി. എനിക്ക് നിങ്ങൾ മനസ്സിലാവുന്നില്ല മിസ്റ്റർ എന്നാണ് പുള്ളി പറയുന്നത്. അല്ല, അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ അവർ ഇത്രയും റിസ്ക് എടുത്ത് പിന്നെ ഇവിടെ പാർപ്പിച്ച് എന്തിനാണ് ഇതൊക്കെ ഒന്ന് തീരുമാനമാക്കാനല്ലേ. അതാണ് സംഭവം. ഇതാണ് ബേസിക്കലി നടക്കുന്നത്. അതായത് ഇസ്രായേലിൻ്റെ ഈ പ്രിവിലേജ്, ഈ അമേരിക്കൻ്റെ പ്രിവിലേജ് ഉണ്ടല്ലോ, ഇവർ ഭയങ്കര നല്ല ആൾക്കാരാണെന്ന് ഇവർ പറയും. എന്നിട്ട് ഇവർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഓരോ തോന്നിവാസങ്ങൾ. ഇറ്റ്സ് ഈസി. ഞാൻ ആ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇതിപ്പോൾ നമ്മൾ UK വേണ്ട, എന്നാൽ ദുബായിൽ നമ്മളൊരു ചർച്ചയ്ക്ക് വിളിച്ചു, എന്നിട്ട് നമ്മൾ ദുബായ് ബോംബ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എബ്രഹാം അക്കോട്സ് എടുത്തിട്ടും വരും അമേരിക്കക്കാർ, ഞങ്ങളുടെ ആൾക്കാരെ തൊടുന്നടാന്ന് പറഞ്ഞിട്ട് അവർ വരും. ഇതാണ് അത്. നമുക്കൊരു അവന്താ നമ്മുടെ രാജ്യത്തെ ആൾക്കാരിനെ കൊന്നൊന്നും നമുക്ക് വിലയില്ലേ? നമുക്കെതിരെ പ്രവർത്തിക്കൊന്നും തീവ്രവാദികളില്ലേ? ഹമാസുകാർ മാത്രം തീവ്രവാദികളുള്ള, നമ്മുടെ ആൾക്കാരനെയും പട്ടാളക്കാരനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നതൊക്കെ ആരാണ്? അപ്പോൾ ഞങ്ങൾക്ക് അവരിനെയും കൊല്ലണ്ടേ? അത് പറ്റില്ല. ഞങ്ങൾ ഇവരെ കൊല്ലും, നിങ്ങൾ അവിടെ ഇരിക്കും, ഞങ്ങൾ അനുവാദം തന്നിട്ട് നിങ്ങൾ അവരെ കൊന്നാൽ മതി. ആ ഒരു സീൻ, അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. അപ്പോൾ അതാണ് സംഭവം. അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ പുട്ടിൻ്റെ കളികൾ. നേറ്റോ അംഗമാണ് പോളണ്ട്. ഓക്കെ, വെസ്റ്റേൺ യുക്രൈന് ആണ് പോളണ്ടിൻ്റെ ബോർഡർ. സെപ്റ്റംബർ 9 രാത്രി വലിയൊരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കുറേ ഡ്രോണ് ഇറക്കി അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഡ്രോൺ അവിടെ എന്തോ ഈ നമ്മൾ ഈ പൂരത്തിന് സാധനം മേടിക്കാൻ വെക്കില്ലേ, കുറേ നിരത്തിയിട്ട്, അതുപോലെയാണ് അവിടെ ഇത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഡ്രോൺ എടുത്ത് വിടുന്നുണ്ട്. ഉക്രൈനും ഡ്രോൺ വിടുന്നു, അവരും ഡ്രോൺ വാറാണ് ഈ റഷ്യ ഉക്രൈനിൽ നടക്കുന്നത്. വേറെ എവിടെയും ഇത്രയും ഒരു ഡ്രോൺ വാർ നടക്കുന്നതായിട്ട് അറിയില്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡ്രോൺ വാർ നടക്കുന്നത്. സെപ്റ്റംബർ 9 റഷ്യക്കാർ പറയുന്നത് അത് വഴിതെറ്റി വന്നായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ ഈ പോളണ്ടിൻ്റെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻ്റൊക്കെ പറയുന്നത് ബെലറൂസിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഉള്ള ഡ്രോണുകളാണിത്. അവർ നേരെ വെസ്റ്റേൺ യുക്രൈനിൻ്റെ ബോർഡറും കടന്ന് നേരെ പോളണ്ടിലേക്കാണ് വരുന്നത്. നേറ്റോൻ്റെ ഫ്ലൈറ്റുകൾ ഇറങ്ങി എന്നാണ് പറയുന്നത്. പോളണ്ടിൻ്റെ F-16 ഇറങ്ങി, ഡച്ചുകാരുടെ F-35 ഇറങ്ങി, പിന്നെ വേറെന്തൊക്കെയോ സിസ്റ്റം, കുറേ ഡിഫൻസ് സിസ്റ്റംസൊക്കെ ഓണാക്കി നേറ്റോക്കാർ. പൊടി പിടിച്ച് ഇരിക്കുകയായിരുന്നു, കുറച്ച് കാലമായതൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓണാക്കി 10 ഡ്രോൺസിനെ വെടിവെച്ചിട്ടു റഷ്യക്കാരുടെ എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി അവർ പറയുന്നത്. നേറ്റോൻ്റെ ഒരു അംഗത്തിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ, ഇറ്റ്സ് ലൈക്ക് അമേരിക്കയ്ക്കെതിരെ ഒരു സ്ട്രെയിറ്റ് അറ്റാക്ക് നടത്തുന്ന പോലെയാണ്. ട്രംപും പുട്ടിനും ഇപ്പം എന്തൊക്കെയോ ചർച്ച ചെയ്ത് കൊളമായി പോയതുള്ളൂ, അതിൻ്റെ ബാക്കിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 4 ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 4 കാര്യമൊന്നുമില്ല, അവർ എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കും ഇതിനെക്കുറിച്ച് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 5 ആണ് ഡിഫൻസ് സ്ട്രാറ്റജിയിലേക്ക് പോകുന്നത്. ആർട്ടിക്കിൾ 5 ഇൻവോക്ക് ചെയ്താൽ പിന്നെ കൈൻഡ് ഓഫ് യുദ്ധം തന്നെ. പണ്ട് കോൾഡ് വാറിൻ്റെ ബാക്കി തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒരു സ്ഥലത്ത് മൂന്നാമത്തെ വേൾഡ് വാർ തുടങ്ങാനുള്ള പ്ലാൻസ്. അപ്പോഴത്തെ ഇസ്രായേൽ എന്തൊക്കെയോ അവരുടെ വഴിക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചോദിക്കാനും പറയാൻ ആരുമില്ല അവരുടെ. ഞങ്ങളെ ആരടാ ചോദിക്കുന്നത് ആ സീൻ അവിടെ. അപ്പുറത്ത് കുറേ ഗവൺമെൻറ്റുകൾ വീഴുന്നു, ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ രാജ്യങ്ങൾ, അങ്ങനെ ഇതിനിടയിൽ വരുന്ന നമ്മളുണ്ട്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നേറ്റോൻ്റെ ഫ്ലൈറ്റ്സൊക്കെ ഇറങ്ങി ഡ്രോണിനെ പൊട്ടിച്ച് തവിടുപൊടിയാക്കി. ഒരെണ്ണം ഏതൊരു വീട്ടിലെന്തോ വീണിട്ടുണ്ട് ഡ്രോൺ. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ കമിക്കാസി ഡ്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രോൺസ് കാണാം, വലിയ സൈസ്, മറ്റേ ഇടിച്ചിറക്കി പൊട്ടിത്തെറിച്ചിട്ടുള്ള അങ്ങനത്തെ ഡ്രോണാണ്. ചെറിയ ആ ഡ്രോണല്ല കേട്ടോ, ഇത് വലിയ ഡ്രോണുകൾ. ഇതാണ് സംഭവം. ഇതാണ് ഒരു മേജർ എസ്കലേഷൻസ് ഈ ആഴ്ച നടന്ന സംഭവങ്ങളാണ്.
ഈ റഷ്യയുടെ അറ്റാക്ക് എനിക്ക് തോന്നുന്നത് ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഡിഫൻസ് എത്ര ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോൾ പുട്ടിനെ ഒന്ന് നൈസാക്കിയതായിരിക്കും. കാരണം എന്താ അവർ ചെയ്യാൻ നോക്കാല എന്നുകൊണ്ട് ചെയ്തായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് എസ്കലേറ്റ് ആവാനുള്ളൂ. ഇപ്പം ഇതൊക്കെ ഒരു വഴിക്കായിട്ട് എന്തൊക്കെ കാണ്ടി വരുമെന്നോ. 2025 എന്തായാലും പൊള്ളി വർഷം. ആർക്ക് ഈ തോക്കും അതൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കല്ലേ. ഇപ്പം കണ്ട, ഇപ്പം ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നില്ലേ, ഇനി പോളണ്ട് അത് എന്ത് ചെയ്യും? വെറുതെ ഇരിക്കുമോ? അവരുടെ ഡിഫൻസ് ബഡ്ജറ്റ് കൂട്ടും. ഓഹോ, റഷ്യൻ ഡ്രോൺസ് വരുന്നുണ്ടോ, അപ്പോൾ ഡ്രോൺസിൻ്റെ സിസ്റ്റംസ് അഡ്വാൻസ് ചെയ്യണം, അവരുടെ ഡിഫൻസ് പ്രാക്ടീസ് കൂട്ടണം, ഇനി അതിന് കുറച്ച് പൈസ വേണം, അത് ഫണ്ടിങ് ഇറക്ക്. കണ്ട, അതാണ്. ആരാണ് അപ്പോൾ ഇത് ഫണ്ട് ചെയ്യുന്നത്? നാട്ടുകാർ ടാക്സ്. ആർക്കാണ് ഈ പൈസ കൊടുക്കുന്നത്? ഡിഫൻസ് കോൺട്രാക്ടേഴ്സിനും മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനും. നേറ്റോ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ്റെ വെപ്പൺസ് മാനുഫാക്ചേഴ്സാണ് നേറ്റോൻ്റെ മെയിൻ സപ്ലയേഴ്സ്. ഇതാണ് സംഭവം. അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി ഇതുപോലെ അടുത്ത ആഴ്ച എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് വീക്ക്ലി റൗണ്ടപ്പ് തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്ക് കൊണ്ടുവരാം. ഓക്കെ.